Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hazna idha syi'ta sahla. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اهدنا وسددنا. അൽഹംദുലില്ലാ നമ്മൾ ഫാമിലി ഇന്ററാക്ഷൻസ് സീരീസ്, അതായത് ബൈത്തുൽ സക്കീനയുടെ സീസൺ 1 ആയിരുന്നു ഫാമിലി ഇന്ററാക്ഷൻസ് അല്ലെ. അത് അൽഹംദുലില്ലാ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 1 വർഷം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഫാമിലി സീരീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെ അപേക്ഷിച്ച് ഇത് നമ്മൾ കൂട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ലൈക്ക് മറ്റു ഖുർആനിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരുത്തേണ്ട, നമ്മൾ മാത്രം തിരുത്തേണ്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ കുറേ അല്ലേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ടും ആ ഒരു റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സമയം നമ്മൾ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിന് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു സീരീസ് ആദ്യം കുറച്ച് സെഷൻസ് നമ്മൾ എടുത്ത്, പിന്നെ അൽഹംദുലില്ലാ കുറേ സഹോദരിമാര് മാഷാ അല്ലാഹ് ഓരോ സമയത്തും മുന്നോട്ട് വന്ന് അതിനെ റിഫ്ലക്ട് ചെയ്യാനും റിവൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാ അതൊരു കൊല്ലത്തോളം നമ്മളെ ഉള്ളിൽ ഇങ്ങനെ അലയടിച്ച് അങ്ങനെ പോയിട്ടുണ്ടാവും. കുറെ ആളുകൾക്ക് അതിന്റെ മാറ്റങ്ങൾ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ തുടങ്ങുന്നത് അതിന്റെ സീസൺ 2, അതായത് ഫൗണ്ടേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് എ മുസ്ലിം ഫാമിലി. അതായത് ഒരു മുസ്ലിം ഫാമിലിയുടെ അടിസ്ഥാനവും അതിന്റെ ഡയറക്ഷൻ, ഗതി എങ്ങോട്ടാണ് അത് പോകുന്നത് എന്ന് നിശ്ചയിക്കുന്ന ഒരു കാര്യം. ആക്ച്വലി ഈ സീരീസിന് അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് അത്. ആ ബുക്കിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഫൗണ്ടേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് എ മുസ്ലിം ഫാമിലി. ഓക്കെ, പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഫാമിലി ഇന്ററാക്ഷൻ ആദ്യം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലരും ഇപ്പം ഈ ഒരു സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പലരും ഒരു പുതിയതായിട്ട് ഒരു കുടുംബം തുടങ്ങുന്ന ആൾക്കാരൊന്നും അല്ല അല്ലെ. നമ്മളൊക്കെ കുടുംബത്തിന്റെ ആ ഒരു ഡെവലപ്മെന്റിന്റെ വേറെ വേറെ സ്റ്റേജുകളിലുള്ള ആൾക്കാരാണ്. മക്കളൊക്കെ മുതിർന്നതോ അല്ലെങ്കിൽ ഈവൻ അവരുടെ മക്കളായതോ ഇനി അതൊക്കെ കഴിഞ്ഞ ഒരവസ്ഥയിലുള്ള കുറെ പ്രായമുള്ളവരൊക്കെ ഉള്ളവരാണ് ഇതിനകത്തുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് ആ ഫൗണ്ടേഷനിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമുക്കത് ഈസി അല്ല. കാരണം പല 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 അവസ്ഥകളിലാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രാക്ടിക്കലി ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ ഏറ്റവും മോശമായിട്ടിരിക്കുന്ന കാര്യത്തിന് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പം ഇന്ററാക്ഷൻ ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും മോശമായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നല്ല, നമ്മുടെയൊക്കെ കുടുംബങ്ങളിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ അതൊരു റോങ് മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ റോങ് ആയിട്ട് പോകുന്ന, റോങ് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെയൊക്കെ വീടുകളിൽ ഒരുപക്ഷെ നിലനിന്നുകൊണ്ടിരുന്നത് അല്ലെ. അപ്പം അവിടെ പല കാരണങ്ങളാണ്. അത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ പരസ്പരം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം അല്ലെ. ഓരോ വ്യക്തികളും എന്താണ്, അവരുടെ നേച്ചർ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ ഒരു വെറൈറ്റീസ് എന്താണ് അല്ലെ, അത് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ. ആൻഡ് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ഇതുവരെയുള്ള ജനറേഷനിൽ നിന്ന് വരുന്ന ഓരോ തലമുറയ്ക്കും ഉണ്ടാവും ആ ഒരു വ്യത്യാസം. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്കുള്ള ആ ഒരു കോർ ഡിഫറൻസ് എന്താണ്? ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുമ്പോഴാണ് അവരെ മേലെ എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു മെഷീൻ നമുക്ക് എന്താന്ന് മനസ്സിലാകുമ്പോഴാണ് അതിന് ഏത് സ്വിച്ച് ഇടണം, ഏത് സ്വിച്ച് ഓഫ് ആക്കണം, എങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. അപ്പം അവരുടെ കോർ ഡിഫറൻസ് എന്താന്ന് മനസ്സിലാവുമ്പോഴാണ് അവരെ മേലെ എന്താ വർക്ക് ആവുകയെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ മനസ്സിലാക്കലുകൾ ആയിരുന്നു മെയിൻ. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അവര് നമ്മളെ ഓരോ രീതിയിലുള്ള സംസാരം എങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിക്കുക, അപ്പം അവർക്ക് എങ്ങനെ കൊടുത്താലാണ് ബെറ്റർ ആവുക എന്നൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല നമ്മളിപ്പം ഇനിയിപ്പോ ഒരു ഫൗണ്ടേഷൻ ഇടുക, ഡയറക്ഷൻ കൊടുക്കാന്ന് തന്നെ വെക്കുക. ഓക്കെ, ഈ ഒരു പകുതി എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും അങ്ങനെ നമ്മൾ ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ പോലും ഈ നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷനിലെ നമ്മൾ കൊടുക്കുന്ന മാർഗനിർദ്ദേശം അവർ സ്വീകരിക്കണമെങ്കിൽ അവർ നമ്മളിൽ കൺവിൻസ്ഡ് ആയിരിക്കണം അല്ലെ. അവർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടവും ഒരു ബഹുമാനവും ഒരു അറ്റാച്ച്മെന്റും ഒക്കെ തോന്നണമെങ്കിൽ അതൊക്കെ ഏതൊരു 2 വ്യക്തികൾ തമ്മിൽ അത് ഫിക്സ് ആവുന്നത് എവിടെയാ? അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലാണ് അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആയി, നമ്മളെ സംസാരമൊക്കെ ഫുൾ വിത്ത് ലവ് ആൻഡ് കൺസേൺ ആണ്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുമ്പം എവിടെയോ ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അറ്റാച്ച്മെന്റ് കുടുംബത്തിലെ മെമ്പേഴ്സ് തമ്മിൽ ഉണ്ടാവും. ഇത് നമ്മളിപ്പോ കഴിഞ്ഞ സെഷനിൽ ഫാമിലി ഇന്ററാക്ഷൻസിൽ പറഞ്ഞ കുറെ കാര്യങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവിസിബിൾ ലിങ്ക് എവിടേക്കോ
നമ്മളെ കുടുംബങ്ങളിലെ മക്കളുടെ ഒക്കെ ഇടയിൽ നമ്മളെ ഹൃദയത്തിന് അവരുടെ ഹൃദയത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾക്ക് അവരെ മനസ്സിലാവുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോഴേ നമ്മൾ ഒരു തറയൊക്കെ ഇട്ട് ഡയറക്ഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും അതിനെ ഫോളോ ചെയ്യണം എന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തറ ഡയറക്ഷൻ ഇടുന്നുണ്ടാവും ഒരു സൈഡിലേക്ക്, അവർ വേറൊരു സൈഡിലേക്ക് പോകും. ആൻഡ് അതൊരു വേസ്റ്റ് എഫേർട്ട് ആയിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും മോശമായിട്ട് നമ്മളെ ഡിറ്റാച്ച്ഡ് ആക്കി ഇരിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അത് ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യം ഫാമിലി ഇന്ററാക്ഷൻ എടുത്തതിന്റെ പിന്നിലുള്ള നിയത്ത്. അൽഹംദുലില്ലാഹ് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, പല സമയങ്ങളിലായിട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയോ രീതിയിൽ കുടുംബങ്ങളിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പം അവരെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ, അവരെ കുറ്റപ്പെടുത്താതെ സംസാരിക്കുമ്പം, അല്ലെങ്കിൽ അവരെ ഓരോരുത്തരും, കാരണം കുട്ടികൾ വേറെ വേറെ നേച്ചറാണല്ലോ, ഓരോരുത്തരും നേച്ചർ മനസ്സിലാക്കി കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ അവര് തിരിച്ചു തരുന്നതിനും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇതുവരെ നടന്നത്. ഇനി ഇൻഷാ അല്ലാഹ് പുതിയ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കുറച്ച് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഈ ഒരു പേജിൽ ഇടാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം മിസ്സായിട്ടുള്ള ആൾക്കാർ പുതിയതായിട്ട് ഇപ്പം ഇന്ന് ലൈവിൽ നിന്നല്ല ഈവൻ റെക്കോർഡിംഗ് കേൾക്കുമ്പോഴും ഇതാണ് ആദ്യമായിട്ട് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ആ ഒരു സീരീസ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പഠിക്കാന്ന് വെച്ചാൽ എഴുതി പഠിക്കാനൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതും ഒറ്റയടിക്ക് വേണ്ട, ഒരു ഗുളിക എടുക്കുന്നത് പോലെ മെല്ലെ മെല്ലെ മെല്ലെ, അതായത് ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിൽ 2 ഒക്കെ ആയിട്ട് എടുത്താൽ മതി, എങ്കിലേ അത് വർക്ക് ആവുള്ളൂ. ആവേശത്തിന് എല്ലാം കൂടെ ഒന്നിച്ച് കേൾക്കാനൊന്നും നിൽക്കണ്ട. ആൻഡ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രൂപ്പായിട്ട് ഒരു 5-6 ആൾക്കാരെ കൂടെ കൂട്ടിയാൽ തന്നെ അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അത് കേട്ട് അങ്ങോട്ട് പോകും. ഇനി നിങ്ങളൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്കും ഒരു കുഞ്ഞു റൈറ്റപ്പും തന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റീസിലൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ പുതിയ ആൾക്കാരെ അതിനകത്തേക്ക് ജോയിൻ ചെയ്യിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി തിരിച്ചു വരാം ഈ സീരീസിലേക്ക്. അപ്പം ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഫൗണ്ടേഷൻ ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രിൻസിപ്പൽസ്, വാല്യൂസ്, രീതികൾ, ഒരു സക്സസ്ഫുൾ ഫാമിലി ബിൽഡ് ചെയ്യാനുള്ള സത്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പുതിയ കാര്യം പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. വെറുതെ നമ്മൾ ഇതൊക്കെ ഒന്നും കൂടെ എടുത്തൊന്ന് ചിന്തിക്കുന്നേ ഉള്ളൂ. ലൈക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോഴും നമ്മൾ ഇവിടെ ആണോ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മിസ്സായത് കൊണ്ടാണോ നമുക്കത് മിസ്സായത്, അങ്ങനെ ചോദിച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലാണ്ട് എനിക്ക് തോന്നില്ല. ഇവൻ ഞാൻ ഈ ബുക്ക് ഈ ഒരു കുറച്ച് പേജസ് വായിച്ചപ്പോൾ പുതിയതായിട്ടൊന്നും എനിക്കും തോന്നിയില്ല. ഓക്കെ, പക്ഷെ നമുക്കൊന്നും കൂടെ നമ്മളെ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാനും ചിന്തിച്ചിട്ട് കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ശ്രമം മാത്രം, അത്രയേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന, ഇന്നത്തെ കുടുംബങ്ങൾ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള ചാലഞ്ചസിൽ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പം ഓരോ മുസ്ലിം ഫാമിലിക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആവശ്യമാണ്. പാരന്റ്സ് നമ്മള് അല്ലെ, ഈ എന്റെ കുടുംബം, അതൊരു ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും എന്റെ കുടുംബം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാവുമ്പോഴാണ്, എവിടെയാണ് എത്തേണ്ടത് എന്ന്, ഏത് ലക്ഷ്യത്തിലേക്കാണ് പോണത് എന്ന് മനസ്സിലാവുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം റൈറ്റ് മെത്തേഡ്സ്, ആ ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട്, കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുക, വഴി, ലക്ഷ്യം ഏതാണെന്ന് മനസ്സിലാക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എല്ലാവർക്കും ലക്ഷ്യം എന്താണെന്ന് അല്ലെ. അപ്പൊ നമ്മൾ ആ വഴിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അതുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ട് ഇരുന്ന് കേട്ടാൽ മതി. എനിക്കൊന്ന് ഫാമിലി ഇന്ററാക്ഷൻ കേട്ട് അത്ര പോലും സ്ട്രെസ് നമുക്ക് ഇതിന് ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ ഉള്ള കാര്യങ്ങളാണ്. അവിടെ എവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കറക്ഷൻസിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറയുമ്പോൾ മുമ്പ് എങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ചലഞ്ചാണ് ഒരു കുടുംബം അല്ലെ, ഒരു തലമുറനെ, ഒരു കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ റീസൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഗ്ലോബൽ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ്. അതായത് ലോകത്ത് ഏത് ഭാഗത്തും, ഓക്കെ, അത് വെസ്റ്റേൺ ഒന്നുമില്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നോർത്തിൽ നടക്കുന്നതായിക്കോട്ടെ, ഇനി പാകിസ്ഥാനിൽ നടക്കുന്നതായിക്കോട്ടെ, അമേരിക്കയിൽ നടക്കുന്നതായിക്കോട്ടെ, ലണ്ടൻ, അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഇപ്പൊ നമ്മളെ വീട്ടിനകത്ത് ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പണ്ടത്തെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇതൊന്നും ആക്സസിബിൾ ആയിരുന്നില്ല, ആർക്കും അറിയൊന്നുണ്ടായില്ല. അവിടേക്ക് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങൾ കഴിയും ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി കിട്ടാനും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു വിവരം ഇവിടെ എത്തിക്കാനൊന്നും മാർഗം ഉണ്ടായിരുന്നില്ല. മോറോവർ അങ്ങനെയൊക്കെ ഉള്ളത് വളരെ കുറച്ച്, ഇനി അഥവാ ഉണ്ടായിരുന്നെങ്കിലും വളരെ കുറച്ച്, അത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഉള്ളൂ. അതുപോലെ ഇന്റർനെറ്റ് പോലെയുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്തവർക്കൊന്നും അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ ഈവൻ അതും ഭയങ്കര ചീപ്പാണ്, എല്ലാവരുടെ കൈകളിലേക്കും എത്തിയത് കൊണ്ട് തന്നെ ലോകത്തിന്റെ ആ
അപ്പുറത്ത് ഇപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ അറിയുന്നത് കൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് വലിയ ഒരു പ്രശ്നമാണ്, ഇന്നത്തെ കാലത്ത് ഒരു വലിയൊരു ചലഞ്ചാണ് അല്ലെ. അതിൽ നിന്ന് വരുന്ന ഐഡിയാസ്, ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇപ്പൊ LGBT എന്നൊക്കെ പറയുന്നത് നമ്മളൊന്ന് നാട്ടിൽ എന്താന്ന് പോലും അറിയാതിരുന്ന ഐഡിയാസ് ഒക്കെ വരുന്നത് ഇതുപോലെയുള്ള ആ ഒരു ഗ്ലോബൽ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ലൈഫ് സ്റ്റൈലിന്റെ ചേഞ്ച് അല്ലെ, സുബ്ഹാനല്ലാഹ് എങ്ങനെയാ ലൈഫ് സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു ഒരു നോർമൽ ഫാമിലിക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ പണ്ടുണ്ടാക്കുന്നത് പോലെ ഇപ്പോഴും സമ്പാദിച്ചാലും എവിടെ എത്താത്ത ഒരവസ്ഥയാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ലൈഫ് സ്റ്റൈലല്ല ഇന്ന് നമ്മൾ ആരും തന്നെ ജീവിക്കുന്നത് അല്ലെ. നമ്മൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നും തികയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് സുബ്ഹാനല്ലാഹ്. ഈവൻ നമ്മുടെ വാല്യൂസ്, പെരുമാറ്റങ്ങൾ അല്ലെ, ഈവൻ നമ്മളിപ്പം ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ നമ്മളെ ശരികളും ഇപ്പോഴത്തെ ശരികളും നമ്മൾ വ്യത്യാസം വന്നു പോയിട്ടുണ്ട് അല്ലെ. ഇപ്പം ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാലം ഈ അടുത്ത കാലത്ത് വരെ സിനിമകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പം നമ്മളൊക്കെ എന്താ സൊസൈറ്റിനകത്ത്, ഈവൻ ഇസ്ലാമിക് സൊസൈറ്റിനകത്തൊക്കെ അതൊക്കെ കേട്ട് തുടങ്ങി. അപ്പൊ അതുപോലെയുള്ള വാല്യൂസിനൊക്കെ മാറ്റം വന്നു തുടങ്ങി, പെരുമാറ്റങ്ങളിൽ മാറ്റം തുടങ്ങി. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് എത്താൻ തുടങ്ങി. ഇനി എല്ലാം മോശമാണെന്നും പറയാൻ പറ്റില്ല, നല്ലതും ചീത്തയൊക്കെ വരുന്നുണ്ട് അവിടുന്ന്. ഓക്കെ, കുറെ നല്ല കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, കീപ്പിംഗ് അത് ഒരു സൈഡാക്കി വെക്കാം. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനങ്ങളിലും വാല്യൂസിനും എതിരായിട്ട് വരുമ്പം സുബ്ഹാനല്ലാഹ് നമുക്ക് കുടുംബങ്ങളിനകത്ത് അല്ലെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ വളർത്തിയ പോലെ നമുക്ക് അങ്ങോട്ട് വളർത്താൻ പറ്റുന്നില്ല. കാരണം നമ്മളെ മാതാപിതാക്കൾക്ക് വളർത്താൻ എളുപ്പം, നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഇതിന്റെയൊക്കെ പിന്നാലെ പോകാൻ നമുക്ക് ഇതൊന്നും അറിയൂല. ഇനി ഇതിന്റെയൊക്കെ പിന്നാലെ പോയി ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും അറിയാന്ന് വെച്ചാൽ അവരെ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. ഇപ്പൊ ഇവർക്ക് എതിർത്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാന്നുള്ളതിന്റെ സൊല്യൂഷനും അവരുടെ കയ്യിലുണ്ട്. സുബ്ഹാനല്ലാഹ് ഇതുവഴി വരുന്നുണ്ട് അല്ലെ. അപ്പം ആകെ കൂടെ നമ്മൾ സ്റ്റക്കുമാണ്, നമ്മളിങ്ങനെ കംപ്ലൈനിങ് മോഡിലാണ്, എന്താ ചെയ്യാ അങ്ങനെയാ ഇങ്ങനെയാന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ വർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ശരിയാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ സീരീസിൽ പറഞ്ഞ കാര്യമാണ് ആ ഇന്ററാക്ഷൻ. ആ ഒരു നമ്മൾ കാണാത്ത ഒരു ബോണ്ട് എല്ലാ വീട്ടിൽ നമുക്ക് നമ്മളെ ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവരെ നമ്മളൊരു നൂല് കൊണ്ട് കെട്ടിയിട്ടാ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ബോണ്ട് എല്ലാവരുടെ ഇടയിലും ഉണ്ട്. ഒരു ഉമ്മയും മോളും ആയിക്കോട്ടെ, ഉമ്മ ഗ്രാൻഡ് പാരൻസും ആയിട്ടായിക്കോട്ടെ, ചെറിയ പേരക്കുട്ടികളും ഗ്രാൻഡ് പാരൻസും ആയിട്ടായിക്കോട്ടെ, ഹസ്ബൻഡും വൈഫും ആയിട്ടായിക്കോട്ടെ, ഹസ്ബൻഡ് അപ്പയും മക്കളും എല്ലാവരുടെ ഇടയിലും ഉണ്ട് ആ ഒരു കാണാത്ത ഒരു നൂൽ. ആ നൂലിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യം ശരിക്കും പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല കാര്യം. അപ്പം അതിനു വേണ്ടി നമ്മൾ ബന്ധങ്ങളെ ശരിപ്പെടുത്തിയേ മതിയാവും. അതായത് എപ്പോഴും നമ്മൾ ബന്ധങ്ങളുടെ കാര്യത്തിൽ നല്ല സംസാരം നമ്മളെ വായിൽ നിന്ന് വരേണ്ടത്, അതായത് ഹൃദ്യമായ, അവർക്ക് സ്വീകാര്യമായ, എത്ര മോശം കാര്യമാണ് അവരിങ്ങോട്ട് പറഞ്ഞതെങ്കിലും നമ്മൾ ഹൃദ്യമായ സ്വീകാര്യമായ സംസാരം അവരോട് പറയേണ്ടത് എന്തിനാന്ന് വെച്ചാ നാളെ അവര് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവരിലേക്ക് ദീൻ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അവർക്കത് കാണിച്ചു കൊടുക്കുമ്പം സുബ്ഹാനല്ലാഹ് അവരതിനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവരുടെ മുമ്പിൽ സ്വീകാര്യരായിരിക്കണം. നമ്മളെ ഹൃദയവും അവരുടെ ഹൃദയവും കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പം അതിനു വേണ്ടി അത് ഏത് ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും നമ്മൾ ആ ഒരു വാംത്ത് കീപ്പ് ചെയ്യണം. ഓക്കെ, ഏതായിക്കോട്ടെ സുബ്ഹാനല്ലാഹ് ആ ഒരു രീതിയിൽ നമുക്ക് സംസാരിക്കാനും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഓക്കെ, അതിന് ഒരിക്കലും നമ്മൾ വാമായിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇസ്ലാമിക് വാല്യൂസ് ഒക്കെ കളഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കണം എന്നൊന്നും അല്ല കേട്ടോ. ഇസ്ലാമികമായിട്ടുള്ള വാല്യൂസോട് കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ് അത് ആരോട് സംസാരിക്കും, കുടുംബത്തിനകത്തൊന്നല്ല പുറത്തും ഏതൊരു വ്യക്തിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മളെ അടുത്ത് പറയേണ്ടത് എനിക്കിതല്ലാത്ത സംസാരിക്കാൻ അറിയാം. നമുക്ക് പറ്റും, ഈസിയാണ് നമുക്ക് എതിർത്ത് സംസാരിക്കാൻ, പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ, ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ, വെറുപ്പിച്ച് സംസാരിക്കാനൊക്കെ ഭയങ്കര എളുപ്പം. അതിനൊന്നും ഒരു കോഴ്സിനും നമ്മൾ പോവണ്ട. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാളെ ഇവരിലേക്ക് ദീൻ എത്തിക്കാനുള്ള അതായത് എന്റെ മുമ്പിൽ അവരെ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അള്ളാഹു തന്ന ഒരു അവസരമാണ്. എന്റെ കുടുംബത്തിലാണെങ്കിൽ ഓരോ വ്യക്തിയും എത്ര മോശമായിക്കോട്ടെ, എന്റെ കുടുംബത്തിൽ എന്നെ മുമ്പിൽ അവരെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് എനിക്ക് തന്ന ഒരു അവസരമാണ്. ആ അവസരം എനിക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇന്ന് ഞാനും അവരുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരിക്കണം, വളരെ ഭംഗിയായിട്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഫാമിലി ഇന്ററാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, പുറത്തുനിന്ന് വരുന്ന പല ഇൻഫ്ലുവൻസും നമ്മളെ
ഇസ്ലാമിക് ടീച്ചിങ്സിനൊക്കെ ആയിട്ട് എതിരായിട്ടുള്ള പലതുമാണ് നടക്കുന്നത്. ഓക്കെ, ഈവൻ ചില സമയത്ത് ശരിക്കും നല്ല പ്രോപ്പർ ആയിട്ട് ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ പോലും, മുസ്ലിംസിന് പോലും അവരിങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെയുള്ള അത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഓരോന്നിലൊക്കെ ഇങ്ങനെ മെല്ലെ 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 ചെന്നിട്ട് പിന്നീട് ഇങ്ങനെ ഫുള്ളായിട്ട് അതിലേക്ക് പെട്ടുപോകുന്ന, ഇസ്ലാമികത്തിന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിൽ പെട്ടുപോകുന്ന ഒരു ട്രെൻഡ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ അത് നമ്മുടെ മാനേഴ്സിനെ, നമ്മുടെ സ്വഭാവത്തിനെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ഫാമിലി ട്രഡീഷൻ, കൾച്ചർ, സംസ്കാരത്തിനെ, ഈവൻ നമ്മൾ മക്കളെ വളർത്തുന്ന രീതിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ ആണെങ്കിൽ മക്കളെ അടിച്ച് വളർത്തുക, ചീത്ത പറഞ്ഞ് വളർത്തുക, സ്ട്രിക്റ്റ് ആക്കുക എന്നൊക്കെ പറയുന്നത് ഈസി ആയിരുന്നു. ഇപ്പൊ അതൊന്നും നമുക്ക് അല്ലെ ചിലപ്പോൾ പറയുമ്പോൾ കുട്ടികളുടെ അടുത്ത് പിന്നെ ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയണ്ടേ എന്ന് പോലും നമുക്ക് ഉറക്കെ ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഈ അടുത്തൊരു 2 ആഴ്ച മുമ്പ് ഒരു പെൺകുട്ടി, 14 വയസ്സുള്ള പെൺകുട്ടി വാപ്പ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ പോലും പറ്റാത്ത രീതിയിൽ കുട്ടികളെ നമ്മൾ എങ്ങനെയാ വളർത്തേണ്ടത് എന്ന് നമുക്ക് അറിയുന്ന രീതി പോലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഗ്ലോബൽ ചേഞ്ചസിന്റെ ഇൻഫ്ലുവൻസ് അല്ലെ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മുടെ ഇസ്ലാമിക് ഐഡന്റിറ്റിയെ അങ്ങോട്ട് മാറിപ്പോവുക അല്ലെ. പണ്ട് ഒരു മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും ഇന്നത്തെ ഒരു മുസ്ലിം ഫാമിലി, അപ്പൊ ഐഡന്റിറ്റി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് ശരിക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റ് കൾച്ചേഴ്സ് ഉള്ളതൊന്നും അല്ല, കാരണം മറ്റ് കൾച്ചേഴ്സ് പണ്ടും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ വേഗം നമുക്ക് ആക്സസിബിൾ ആയി, പ്ലസ് അതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ അലോ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, മറ്റുള്ള കൾച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ വീടുകളുടെ അകത്തേക്ക് അനുവദിച്ചു തുടങ്ങി. അപ്പൊ നമ്മളെ മനസ്സിൽ വേഗം വരും അല്ലെ, സ്റ്റോപ്പ്, ഭയങ്കര സ്ട്രിക്റ്റ് ആവുകയാണ്. അപ്പൊ ആ സ്ട്രിക്ട്നെസ് ഇപ്പൊ വർക്ക് ആവാത്തത് ആണ് വേറെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് വല്ല പഠിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസിനൊക്കെ വീട്ടിനകത്ത് അനുവദിച്ചിട്ട് അതൊക്കെ നമ്മളെ വാല്യൂസും നമ്മളുടെ ഡയറക്ഷനൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ കുടുംബങ്ങളാക്കി മാറ്റുന്നതാണ് ശരിക്കുള്ള പ്രശ്നം. ഓക്കെ, അങ്ങനെ ഒരു മുസ്ലിം ഫാമിലിക്ക് നമ്മളുടെ പർപ്പസ് എന്താണ് അല്ലെ, എന്താ നമ്മൾ എന്തിലേക്കാ നമ്മൾ പോണേ, അല്ലെങ്കിൽ എന്തിനാ നമ്മൾ ജീവിക്കുന്നേ എന്നുള്ള ആ ഒരു സംഭവം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോവാ. നമ്മുടെ അൾട്ടിമേറ്റ് ഗോള് പോലും അല്ലെ അതിലേക്ക് എത്തുന്ന അല്ലെ, സ്വർഗം, നമ്മൾ ശരിക്കും ഭൂമിയിൽ ജീവിക്കുന്ന എന്തിനാ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗം നേടാൻ വേണ്ടിയിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുപോലും അങ്ങനെ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ എല്ലാത്തിനെയും കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഒരു മെയിൻ ചാലഞ്ച്, അതായത് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റു വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് വെച്ചാല് പലപ്പോഴും മുസ്ലിം ഫാമിലീസ് എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ഒക്കെ നല്ല റിച്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വേറൊരു വിഭാഗത്തിന് ദാരിദ്ര്യം ഒരു മെയിൻ പ്രശ്നമാണ്. അപ്പം ദാരിദ്ര്യം മെയിൻ പ്രശ്നമായതുകൊണ്ട് തന്നെ വാപ്പ മെയിനായിട്ട്, ചിലപ്പോൾ ഉമ്മയും, അവരുടെ ജീവിതത്തിന്റെ അല്ലെ ബേസിക് ആവശ്യങ്ങളിൽ പെട്ടതാണ്. പൈസ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മയും വാപ്പയും അതിന്റെ ഓട്ടത്തിലായി പോവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഫാമിലി ബിൽഡിംഗ്, പ്രോപ്പർ വാല്യൂസ്, ഇസ്ലാമിക് എത്തിക്സിൽ ബിൽഡ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തക്ക് പോലും സമയമില്ല. കാരണം ബേസിക് ആവശ്യങ്ങൾ നടക്കാണ്ട് എങ്ങനെ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷന്റെ കുറവ്, അത് ഇസ്ലാമികമായിട്ടുള്ളതാണെങ്കിലും നോൺ വേൾഡ്ലി എഡ്യൂക്കേഷൻ ആണെങ്കിലും. കാരണം ഇത് രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് രണ്ടിനെയും നിർത്തേണ്ടടുത്ത് നിർത്താൻ പറ്റൂല. ഒന്ന് എക്സ്ട്രാ ആയി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്ട്രാ ആയി പോവാന്ന് പറഞ്ഞാൽ മറ്റേതും കൂടെ വേണം. അതായത് ഇസ്ലാമിക് വിദ്യാഭ്യാസം മാത്രമാകുമ്പോൾ ഇന്നത്തെ ദുനിയാവില് പല സാഹചര്യങ്ങളിലും എങ്ങനെ ജീവിക്കേണ്ടെന്ന് മനസ്സിലാകണ്ടായി പോകും. അതേപോലെ അപ്പുറത്തും ഓക്കെ, അത് മറ്റേത് മാത്രമാകുമ്പോൾ അതെന്തിനാ നമുക്ക് ഈ വിദ്യാഭ്യാസം എന്ന് മനസ്സിലാവാതായി പോകും. അപ്പം അതിന്റെ കൂടെയുള്ള വേറൊരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ലായ്മ. ആൻഡ് ഈവൻ ജോലിയുള്ളവർ തന്നെ എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, അതായത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾക്ക് വർക്ക് ചെയ്യേണ്ടതാവാം. ഇനി ചിലർക്ക് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ അവരുടെ നഫ്സിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഈ ജോലി, അതിന്റെ മേലൊക്കെ വന്ന് കിടക്കുക എന്നുള്ളത്. അപ്പം ഇതൊക്കെ കാരണം കുടുംബത്തിന്റെ സ്ട്രക്ചർ, കുടുംബത്തിന് വാല്യൂസ് കൊടുക്കുക എന്നൊക്കെ ഉള്ള കാര്യത്തിലൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ യെസ്, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും, നല്ല വസ്ത്രങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി, നല്ല ഭാവി, അവരുടെ സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ നമ്മളിങ്ങനെ നമ്മളെ രാവിലും പകലിലും ഊണിലും ഉറക്കത്തിലും ഒന്നും അവർക്കൊരു ഇസ്ലാമികമായിട്ടുള്ള എന്താണ്
സെറ്റപ്പ് അല്ല. ഇസ്ലാമികമായ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ again നമ്മൾ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനും അവരെ പറഞ്ഞയക്കുന്നുണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ, ഒരു ഇസ്ലാമികമായിട്ട് ജീവിക്കാന്നുള്ള ആ ഒരു കാര്യം, ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരം, ഇസ്ലാമികമായിട്ടുള്ള സ്വഭാവം, ഇസ്ലാമികമായിട്ടുള്ള എന്തും കൊടുക്കലുകൾ വാങ്ങലുകൾ, അതൊക്കെ എന്റെ കുടുംബത്തിലും എന്റെ കുട്ടികളിലും ഉണ്ടോന്നൊന്നും ചിന്തിക്കല് നമ്മളെ മെയിൻ കൺസേണേ അല്ലാണ്ടായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് പലതും വന്നുപോയി. ചിലപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ടാവാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ദാരിദ്ര്യം വരുമ്പോൾ അവർക്ക് അത് ജീവിതത്തിന് ഫുഡ് ഉണ്ടാക്കാനല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനിയിപ്പോ പൈസ ഉള്ളവർ തന്നെ ആണെങ്കിലും അവർക്ക് അതിന്റെ മേലെ 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 ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമ്പോൾ അവർക്ക് അത് വഴിപിടിച്ച് എന്റെ കുട്ടീന്റെ ഭാവി നന്നാക്കട്ടെ, ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കട്ടെ, ഏറ്റവും ബെസ്റ്റ് അല്ലെ അവർക്ക് സ്വത്ത്, ഏറ്റവും നല്ല ഭർത്താവിനെ വാങ്ങിക്കൊടുക്കണം എന്റെ കുട്ടിക്ക് എന്നുള്ള ചിന്ത കാരണം വാപ്പയും ഉമ്മയൊക്കെ അതിന്റെ ഓട്ടത്തിലാവുമ്പോഴും ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ഇസ്ലാമിക് സ്വഭാവം, പെരുമാറ്റം, വിശ്വാസം, വിശ്വാസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലൊക്കെ വർക്ക് ചെയ്യാൻ, അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നമുക്ക് സമയമില്ലാണ്ടായി പോവാണ്. ഓക്കെ, ശരിക്കും സമയമില്ലാണ്ടായി പോവാണ്. കാരണം ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് അതിന് നമുക്ക് സമയമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതും ഒരു ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, അപ്പൊ പാരന്റ്സിന് ഈ പറഞ്ഞ പോലെ ടൈമില്ല, പ്ലസ് എനർജിയും ഇല്ല. കാരണം ഉള്ള എനർജി മുഴുവൻ ഇതുപോലത്തെ പല കാര്യങ്ങളിലും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മക്കളെ തർബിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈമാനിനെ കുറിച്ച് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് അള്ളാഹിന്റെ പേരുകളൊക്കെ മനസ്സിലാക്കി അള്ളാഹിന്റെ അടുത്ത് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. അതിനു വേണ്ടി എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേഗം വേഗം അങ്ങ് സോൾവ് ചെയ്ത് നമ്മൾ നമ്മുടെ പണിക്ക് അങ്ങ് പോണ ഒരു അവസ്ഥ. സുബ്ഹാനല്ലാഹ്. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനും അവരെയും ഇരുത്തിയിട്ട് ഒക്കെ അവർ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത് നമ്മളൊന്ന് കാണട്ടെ, അല്ലെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാതെ അവരെന്ത് ചെയ്യുന്നു നോക്കട്ടെ, അതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് വേഗം അവരെ പ്രശ്നം സോൾവ് ചെയ്തിട്ട് നമ്മളെ എനർജിയും നമ്മുടെ ടൈമും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെ ഒരു അപ്ബ്രിങ്ങിങ് അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഭാവി, ഇസ്ലാമികമായ ഭാവി, അഗൈൻ ഇസ്ലാമികമായ ഭാവി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വേഗം എത്തുന്നത് ഞാൻ അവർക്ക് ഇസ്ലാമികമായ ആ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, ഈ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, ആ ഹിഫ്ള് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ കോഴ്സ് എടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊന്നുമല്ല പ്രാക്ടിക്കൽ ജീവിതം. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം ഉള്ളവരും വളരെ മോശമായിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്തിയ ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പം അവരാ ഇസ്ലാമികമായ ജീവിതത്തിന് നമ്മൾ കൊടുക്കുന്ന അറ്റൻഷൻ എന്ന് പറയുന്നത്, അതിന് നമുക്ക് സമയവും ഇല്ല, സാഹചര്യവും ഇല്ല, എനർജിയും ഇല്ല, ഇമ്പോർട്ടൻസും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബം ഡെവലപ്പ് ചെയ്യുന്ന, ഫാമിലി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഇസ്ലാമികമായിട്ട് വളരേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ആ പ്രാധാന്യം മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സീരീസുകൾ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളെ ഒരു കുടുംബം എന്ന് പറയുന്നത്, ശരിക്കും ഇസ്ലാമിക് ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ഷിപ്പ്, ഒരു കപ്പൽ പോലെയാണ്. കാരണം അതിങ്ങനെ കടലിൽ കൂടെ പോകുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ അറിയാം എങ്ങോട്ടാ പോകേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്, അല്ലെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് അറിയാം. അപ്പൊ ക്യാപ്റ്റൻ അതിനെങ്ങനെ കറക്റ്റ് ആ ഡയറക്ഷനിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പം നല്ല തിരമാലകൾ വരും, അല്ലെ, കാറ്റ് വരും, വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ, അല്ലെ, കടലിലുള്ള വലിയ ജീവികളോ ഇനി വലിയ വലിയ വേറെ കപ്പലുകളോ അങ്ങനെയൊക്കെ വന്ന് പല തടസ്സങ്ങളും വരും. അപ്പൊ ചിലപ്പം ഒരു കുറച്ച് സമയത്തേക്ക് ആ കോഴ്സ് റൂട്ടൊന്ന് മാറ്റിയാൽ വീണ്ടും ആ ഒരു കപ്പിത്താൻ എന്ത് ചെയ്യും, തിരിച്ച് കറക്റ്റ് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് കറക്റ്റ് റൂട്ടിലേക്ക് വരും, അല്ലെ. അപ്പം ഇതേപോലത്തെ ഒരു ഡയറക്ഷൻ ഒരു മുസ്ലിം ഫാമിലിക്ക് ആവശ്യമാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ചലഞ്ചസും ഡിസ്ട്രാക്ഷൻസും ഒക്കെ കൊണ്ടുവരും. കാരണം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇപ്പം കുടുംബത്തിനെ വളർത്തിക്കൊണ്ടുവരാ, കുടുംബത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ഡയറക്ഷൻ മാറാതെ കൊണ്ടുപോകല് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതിപ്പം ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും പാപ്പമാരാണ്. നമ്മളിപ്പോ ഉമ്മമാരെ സംസാരിക്കുന്നത്, നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നത് നമുക്ക് ഏറ്റെടുക്കാമല്ലോ, അല്ലെ. ഇൻഷാ അല്ലാഹ്. നമ്മളും വല്ലാതെ എന്തിലെങ്കിലൊക്കെ തിരക്കിലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിൽ നമ്മളുടെ ചിന്തകളും നമ്മളെ ഹൃദയങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മളെ കയ്യും കാലും ഒക്കെ വേറെ എന്തിലെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ പിന്നീട് ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെ അപ്പം ചലഞ്ചസ് ഉണ്ട്. ഓക്കെ, ജീവിതത്തിൽ പല വെല്ലുവിളികളും ഉണ്ടാവും. അതേപോലെ പല ഡിസ്ട്രാക്ഷൻസും വരും. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയ കാരണം വരുന്ന പല ചേഞ്ചസ്, അതിനോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുടുംബങ്ങൾ കൈയും കാലും അടിക്കുന്നത്, അതൊക്കെ അത് വരും. പക്ഷെ അപ്പോഴൊക്കെയും ഒരു ശരിക്കുള്ള ഡയറക്ഷൻ അറിയുന്ന ക്യാപ്റ്റൻ എന്ത് ചെയ്യും, ഏത് കാറ്റും കോളും വന്നാലും തൽക്കാലം ഒന്ന് റൂട്ട് മാറ്റിയാലും തിരിച്ച് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ പോകും, അല്ലെ. അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ലക്ഷ്യം അറിയാന്നുണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തിന് എന്താ ശരി എന്താ തെറ്റെന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ ആ യാത്രയിൽ ഉടനീളം നമുക്ക് അതിനനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും.
വളരെയധികം ലൈക്ക് സാധാരണമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഈസി ആയിട്ട് ക്വിക്കായിട്ട്, അതായത് അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മളെ ഡയറക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ശരിക്കും ഏതൊരു കാര്യത്തിനും ഫൗണ്ടേഷനും ഒരു ലക്ഷ്യവും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനിടക്ക് വരുന്നതൊക്കെ നമുക്ക് അത് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് ഇപ്പൊ എനിക്കൊക്കെ വരുന്ന പല പ്രശ്നങ്ങൾക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ഒന്നെങ്കിൽ അവരെങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് അടിത്തറയില്ല. സുബ്ഹാനല്ലാഹ്. ഇത് രണ്ടും ഇല്ലാണ്ടാവുമ്പോഴാണ് ഈ ഇടക്ക് വെച്ചിട്ട് കപ്പല് ആടി ഒലയുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് ക്യാപ്റ്റന് അറിയാണ്ടായി പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇത് ഇല്ലാന്നിരിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നത് പ്രയാസമായിട്ട് മാറും. ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. ഒരു മുസ്ലിം ഫാമിലി കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുകയെന്ന് വെച്ചോ. സുബ്ഹാനല്ലാഹ്. ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോൺ. അപ്പം അവർക്ക് അവരുടെ ആ ഒരു ആഖിറ എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ, ആ ലക്ഷ്യത്തിനെ കുറിച്ച് ശരിക്കുള്ള ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് ശരിക്കുള്ള ഒരു യഖീൻ ഇല്ലാന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് പകരം അവരെന്ത് ചിന്തിക്കും? പക്ഷേ എന്റെ കുട്ടിക്ക് ഈ ഡിഗ്രി, ഇതിൽ നിന്ന് കിട്ടുന്ന ജോബ് ഭയങ്കര നിർബന്ധമാണ്, അല്ലെങ്കിൽ എന്റെ കുട്ടിയെ ജീവിതത്തിൽ അങ്ങ് തോറ്റുപോകും അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരുടെ ഡയറക്ഷൻ അവിടെ റോങ് ആവാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടല്ല തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്രയിൽ അവർക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം അല്ലെ? തെറ്റായിട്ടുള്ള ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് റൂട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ പ്രശ്നം സോൾവ് ചെയ്യലും അവർക്ക് പ്രശ്നമായി മാറാണ്. പിന്നെ അത് കോംപ്ലിക്കേഷന്റെ മേലെ കോംപ്ലിക്കേഷൻ ആയിട്ട് മാറാണ്. എന്തുകൊണ്ടാ? അവർക്ക് ഇവിടെ ഡയറക്ഷനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഉറച്ച ഒരു സ്റ്റാൻഡ് ഇല്ല. ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, ഈസി ആയിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം. പക്ഷെ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വേറെ പല രീതികളിലും ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു ക്ലിയർ ഇതാണ് എവിടേക്കാണ് നമ്മൾ പോണേ, അതിന് മാച്ച് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ള ആ ഒരു ഉറച്ച ഇതില്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ വേവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതേപോലെ വേറൊരു മുസ്ലിം ഫാമിലി അവർക്ക് അറിയാം വിദ്യാഭ്യാസം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, എന്റെ കുട്ടി സ്വന്തം കാലിൽ നിന്നിട്ടില്ലെങ്കിൽ ജീവിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും എന്ന് മനസ്സിലാക്കണം ഒരു കുടുംബം. അപ്പം അവരെന്തിനാ ഈ വിദ്യാഭ്യാസം ജോലി എന്ന് മനസ്സിലാക്കുന്ന വെച്ചാല് അത് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴാണ് അവന് ആഖിറത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ഈസി ആയിട്ട് ചിന്തിക്കാൻ പറ്റും അല്ലെ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള, ഇപ്പൊ ഭക്ഷണം കിട്ടാണ്ട് ദിവസങ്ങളോളം ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് നിസ്കാരം തൗഹീദും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്താന്ന് പറയും അല്ലെ? അപ്പം എന്റെ കുട്ടിക്ക് അതിനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആഖിറത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ദീനിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റും, കുടുംബത്തിന് കൊടുക്കാൻ പറ്റും, പുറത്ത് പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവര് വിദ്യാഭ്യാസത്തിന് പോണതെങ്കിൽ മറ്റവരെ പോലെ തന്നെ കുട്ടി ജയിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ എന്തിനാ കുട്ടി ഭൂമിയിൽ ജയിക്കുന്ന? അത് ആ ഒരു ഇത് സ്റ്റേബിൾ ആയാലേ അവന് അതിന്റെ മേലെ ദീന് ബിൽഡ് ചെയ്ത് അത് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരും ഈ വിദ്യാഭ്യാസത്തിന് പോകും. പക്ഷേ എന്താണോ അവരെ കപ്പാസിറ്റിയിലുള്ളത് അതിനേ പോവുള്ളൂ. കാരണം അവർക്കറിയാം എന്ത്? അള്ളാഹു അർ-റസാഖാണ്, അള്ളയാണ് ബർക്കത്ത് കൊണ്ടുവരുന്നവൻ അല്ലെ? സുബ്ഹാനല്ലാഹ്. അവന് കീഴൊതുങ്ങുന്നവന് അവന് പ്രതീക്ഷിക്കാത്ത വഴികളിൽ അല്ലെ, തഖ്വ കാണിക്കുന്നവന് അവൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ കൊടുക്കും. ഈവൻ എന്ത് ജോലിയാണെങ്കിലും ഇപ്പൊ നമ്മളെ കപ്പാസിറ്റി എന്റെ കുട്ടീനെ ഇതേ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ജോലിയിൽ നിന്നും അള്ളാഹ്ക്ക് ബർക്ക കൊണ്ടുവരാൻ പറ്റും. അപ്പം അവരെ കുടുംബം എന്തായി? സമാധാനപരമായിട്ട് അതിലൂടെ കടന്നു പോകും. ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഈസി ആയിട്ട് അങ്ങ് സോൾവ് ചെയ്യും. എന്തുകൊണ്ടാണ്? അവർക്കൊരു ക്ലിയർ ഡയറക്ഷൻ ഉണ്ട് അല്ലെ? അവർ ഇന്ന സ്ഥലത്തേക്കാ പോണത്, ആ പോകാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് മാത്രമാണ് ഇവിടുന്ന് എടുക്കുന്നത് എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ട്. രണ്ടും മുസ്ലിം ഫാമിലി ആയിരുന്നു അല്ലെ? ആദ്യത്തെ ഫാമിലിക്ക് ഒരു ക്ലിയർ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല, അവരിങ്ങനെ ആടി ഒലയുന്ന ഒരു സ്റ്റാൻഡിലായിരുന്നു. ദീനിനെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രം എടുക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ആ ഒരു ക്ലിയർ സ്റ്റാൻഡും ഡയറക്ഷനും ഒക്കെ ആവശ്യമാണ്. സുബ്ഹാനല്ലാഹ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചന്ദ്രന് ചുറ്റും എങ്ങോട്ടാ പോണേ എങ്ങോട്ടാ വരണേന്ന് അറിയാണ്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരവസ്ഥയായിരിക്കും, റൗണ്ട് ആൻഡ് റൗണ്ട്. ലക്ഷ്യമില്ലാണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ പറഞ്ഞ ആദ്യത്തെ ഫാമിലിന്റെ ആണെങ്കിൽ അവർക്ക് ഒന്ന് കഴിഞ്ഞ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പ്രശ്നങ്ങളുടെ ലൂപ്പിൽ അവർ പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് സമയം എന്ന് പറയുന്നത് ദുനിയാവിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിങ്ങനെ റൗണ്ട് ആൻഡ് റൗണ്ട് ആയിരിക്കും. പക്ഷെ ഒരു ഷിപ്പ് കറക്റ്റ് ലക്ഷ്യം വെച്ചിട്ട് അതിലേക്ക് നീങ്ങുന്നത് എന്താണ്? പ്രശ്നങ്ങൾ വരും തൽക്കാലത്തേക്ക് അല്ലെ, അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്താൽ വീണ്ടും വീണ്ടും കറങ്ങി തിരിഞ്ഞ് അതേ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുന്നത് പോലെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു
കുടുംബത്തിന്, ഇസ്ലാമികമായിട്ടുള്ള ഒരു കുടുംബത്തിന് ഒരു ലക്ഷ്യം വേണം, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു സീരീസിന്റെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു ഗൈഡൻസ്, കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക, ഒരു മുസ്ലിം വീടിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതിന്റെ ഡയറക്ഷൻസ് എന്തായിരിക്കണം, എങ്ങനെയാണ് ഡയറക്ഷനെ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിലുള്ള ചലഞ്ചുകൾ എന്തൊക്കെയാണ്, ഓക്കെ? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖോട് കൂടി എങ്ങനെ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്താം. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ഒരു പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സീരീസ് ആക്കി മാറ്റട്ടെ. നമുക്കും ഇത് ഇനി ഭാവിയിൽ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവർക്കെല്ലാം സമയമായ അലീമായ റബ്ബിന്റെ തൗഫീഖോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. ആമീൻ. അപ്പം ഒരു കുടുംബത്തിന്റെ, ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ വിഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം ഇവിടെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഭയങ്കര അക്കാഡമിക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പഠിക്കാനും നോട്ട് എഴുതാനും എന്നുള്ള കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട്, ക്ലിയർ ആയിട്ട്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ? ഒരു ഇസ്ലാമിക് കുടുംബം, സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അപ്പം പാരന്റ്സിന് കുട്ടികളെ വളർത്തേണ്ടതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും, അതേപോലെ കുട്ടികൾ ആ ഒരു വഴിയിൽ ലേൺ ചെയ്യേണ്ട വാല്യൂസ്, സ്കിൽസ്, അതൊക്കെ എന്താണെന്നുള്ളതും നമ്മൾ പ്രാക്ടിക്കലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ? ഒരു ഓർഡിനറി ഇസ്ലാമിക് ഫാമിലി അല്ല നമുക്ക് വേണ്ടത്. ഓക്കെ? വളരെ എന്താ പറയാ, സ്ട്രോങ് ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലി. ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കുക, അതിന്റെ ലെസൺസ്, അതിന്റെ അധ്യാപനങ്ങളെ പിന്തുടരുക, അത് ചുറ്റുപാടുള്ള ലോകം എന്താന്ന് മനസ്സിലാവുക, അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ചലഞ്ചുകൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ? അല്ലാതെ ഇസ്ലാം ഇല്ലാതെ സക്സസ്ഫുൾ ആകുന്ന ഒരു ഫാമിലിയോ അല്ല. ഇപ്പുറത്തെ സൈഡില് ദുനിയാവിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇസ്ലാം മാത്രമായിട്ട് ജീവിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയോ അല്ല. ഓക്കെ? കാരണം സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര തന്നെ ഇസ്ലാം മാത്രമാക്കിയിട്ട് എല്ലാത്തിനും അടച്ചുപൂട്ടി മക്കളെ വീട്ടിനകത്ത് ഇരുത്തിയാലും അവർ ലോകത്തിനെ ഫേസ് ചെയ്യേണ്ട ഒരു സമയം വരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് അതിനുള്ള ടൂൾസ് ഒന്നും അവരുടെ കയ്യിൽ ഇല്ലാണ്ടായി പോകും. അപ്പം ഈ ലോകത്തിന്റെ ചലഞ്ചസ് മനസ്സിലാക്കി അതിലൂടെ ഒക്കെ ആ ചലഞ്ചസിലൂടെ സഞ്ചരിച്ചുകൊണ്ട് എങ്ങനെ ഇസ്ലാമികമായിട്ട് സക്സസ്ഫുൾ ആവാം, ആ രീതിയിലുള്ള ഒരു ഫാമിലിനെ ബിൽഡ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ പറയാൻ പോണത്. അങ്ങനെയുള്ള ഒരു ഫാമിലി ഈമാനിലും, അല്ലെ, സമാധാനത്തിലും, സ്റ്റെബിലിറ്റിയിലും, ഹാർമണി, ആ ഒരു പരസ്പര സ്നേഹത്തിലും ബന്ധത്തിലും ഒക്കെ ഈസി ആയിട്ട് ഇസ്ലാമിക് വാല്യൂസിന് വെച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഫാമിലിക്ക്. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഇസ്ലാം അല്ലാത്ത എന്തെങ്കിലും അവർ കാണുമ്പോഴേക്കും അവർക്ക് ബേജാറാവും, അവർക്ക് അതിനെ നേരിടാൻ പറ്റൂല, അവരതിനകത്ത് തോറ്റുപോകും, അല്ലെ? അപ്പൊ ഇത് ഈ ദുനിയാവിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഓരോ സിറ്റുവേഷനിലും ഇസ്ലാമിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ചിലപ്പം തിയറി കേൾക്കുമ്പോൾ നമുക്ക് ഇത് കൊള്ളാലോ എന്നൊക്കെ തോന്നും. പക്ഷെ ആക്ച്വലി ജീവിതത്തിലേക്ക് വരുമ്പോണ്ടല്ലോ പലപ്പോഴും ആ തിയറികളൊന്നും വർക്ക് ആവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊക്കെ ചിലപ്പം പല ഇസ്ലാമിക് ക്ലാസ്സുകളിൽ തന്നെ കേട്ടിട്ടുണ്ടാവും, കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക ചെയ്യരുത്, അവർക്ക് ഫോൺ കൊടുക്കാതിരുന്നാൽ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും മാറുന്നു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രാക്ടിക്കലി വരുമ്പം അത്ര എളുപ്പമൊന്നുമല്ല, അല്ലെ? അത്ര എളുപ്പമല്ല. അത് ഓരോ ലെവലിലും അതിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ഓരോ പ്രായത്തിലുള്ള കുട്ടികളിലും അതിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അതുപോലെ തിയറിറ്റിക്കലി നിങ്ങൾ ചിലപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവണം കുട്ടികളുടെ അടുത്ത്. അവരെ അങ്ങനത്തെ സ്ഥലത്ത് വിടരുത്, ഇങ്ങനത്തെ സ്ഥലത്ത് വിടരുത്, എന്തെങ്കിലും ബാഡ് കാണുന്ന സ്ഥലത്തേക്ക് അവരെ വിടരുത്, ഹറാമാകുന്ന നിങ്ങൾ കുട്ടികളെ വീട്ടിനകത്ത് പൂട്ടണം, അല്ലെ? പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ. നമുക്കറിയാം തിയറി കേൾക്കുമ്പോൾ നല്ല ഹരമുണ്ട്. അങ്ങനെ ആവുമ്പോൾ ശരിക്കും ഐഡിയലി കുട്ടികൾ വളരെ നല്ലതാവും, കുട്ടികൾ മോശമുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, നമ്മളെ കുട്ടികൾ മുത്തഖീങ്ങളാവും എന്ന് നമുക്ക് തോന്നും. പക്ഷെ പ്രാക്ടിക്കലി നമുക്കറിയാം അതത്ര എളുപ്പമൊന്നുമല്ല, അല്ലെ? അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ വേറെ വഴി കണ്ടുപിടിക്കും, സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ അവർ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകും. കാരണം അവർ ഇതിനകത്തിരുന്നിട്ട്, ഞാൻ മുമ്പേ പലതവണ പറഞ്ഞിട്ടുണ്ട്, വെടക്കാവൻ 4 ചുമരിന്റെ ഉള്ളിൽ ഇരുന്നാലും വെടക്കാവാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അല്ലെ? ഒരിത്തിരി പൊടി കിട്ടിയാൽ മതി. അള്ളാഹു കാക്കട്ടെ നമ്മളെ കുട്ടികളെല്ലാവരെയും. ആമീൻ. അപ്പം തിയറി നമുക്ക് കേൾക്കുമ്പോൾ പലതും കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്നൊക്കെ തോന്നും. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പലതും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദുനിയാവിലെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങളെ അതിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്നതിലേ കാര്യമുള്ളൂ.
ചില പാരന്റ്സിന് ഇതുപോലെ ഈ പറഞ്ഞ, ഇപ്പം എനിക്കൊക്കെ പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കുക, ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രാക്ടിക്കലി അതൊന്നും പോസിബിൾ അല്ല. കാരണം ഒരുപക്ഷെ നമ്മളൊക്കെയും അതിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. വേറെ നമ്മളെ ചുറ്റുപാടുമുള്ള പല സുഹൃത്തുക്കളെ ഇതുപോലെ സ്ട്രിക്റ്റ് ആക്കിയതിന്റെ പേരിൽ അവർ വളരെ മോശപ്പെട്ട അവസ്ഥകളിലേക്ക് പോയത് കണ്ടിട്ട് വളർന്നവരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊന്നും വർക്ക് ആവില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ നിന്ന് ആ ഒരു അലാറം അടിക്കും, ഇതൊന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ട് ഇതല്ലാത്ത എന്തോ സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയിട്ടുള്ളവരാണ്. അപ്പൊ അതിൽ പെട്ടതാണ് ഞാനൊക്കെ. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഖുർആനിലും സുന്നത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇതിന്റെയൊക്കെ നടുവിൽ നിൽക്കുമ്പോഴും നമുക്ക് അതിനെയൊക്കെ ഫേസ് ചെയ്ത് അതിനൊക്കെ എതിർത്ത് ശരിയായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ട്രിക്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. കാരണം നമ്മൾ കുട്ടികളെ വീട്ടിനകത്ത് തന്നെ കണ്ടെയ്ൻ ചെയ്ത് വെക്കുമ്പോൾ അവരെ റിയൽ വേൾഡിലെ ഇഷ്യൂസും ഒന്നും കാണാതെ നമ്മളങ്ങനെ ലൈക്ക് ഈ പറഞ്ഞ പോലെ അടച്ചു വെക്കാന്ന് പറയുമ്പോൾ ഫുൾ ടൈം റൂമിനകത്തിട്ട് പൂട്ടാന്നല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ എന്തെങ്കിലും മോശം നടക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും അവരെ കൊടുക്കാണ്ട് നമ്മളിങ്ങനെ നമ്മളൊരു സ്ട്രിങ് നമ്മളെ കയ്യിൽ തന്നെ വെച്ചിട്ട് അതിന്റെ അവരെ ഒരു പ്രായം വരെ നമ്മൾ അത് ചെയ്യണം കേട്ടോ. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 10-14 വയസ്സ് വരെയൊക്കെ പറ്റുമായിരുന്നു. ഇപ്പൊ 10 വയസ്സിലെ ടീനേജ് ആയതുകൊണ്ട് അതുവരെയെങ്കിലും നമ്മൾ ആ ഒരു തർബിയ കൊടുത്ത് നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അത് അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രായമാണ് അത്. ആ സമയത്ത് നമ്മൾ മാക്സിമം അതൊക്കെ കൊടുത്തും നമ്മളെ കൂടെ കൊണ്ട് നടന്ന് നല്ലത് മാത്രം കാണിച്ചു കൊടുത്ത് തെറ്റ് കാണുമ്പോൾ ശിക്ഷിച്ചും ശാസിച്ചും ഒക്കെ കൊണ്ട് നടക്കുന്ന വേണം. പക്ഷെ അത് കഴിയുന്ന ഒരു സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഒരു സമയത്ത് നമ്മളെ റിയൽ വേൾഡ് അവരെ കാണിക്കാണ്ട് നമ്മൾ അവരെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ലേറ്റർ അവരത് കാണും, എന്തായാലും കാണും. ആൺകുട്ടികളാണെങ്കിൽ അവരവരുടെ ഉപജീവനം തേടി പോകുമ്പോൾ കാണും. പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ അല്ലെ. അവർ പോകുന്ന വേറൊരു ദുനിയാവ് അല്ലെങ്കിൽ വേറൊരു വീടെങ്കിലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മളിനി എത്ര മുത്തക്കിയായ പുതിയാപ്പളിനെ എടുത്തു കൊടുത്താലും അവരിത് വലതും ഫേസ് ചെയ്യേണ്ടി വരും. അവര് തോൽക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഈ ദുനിയാവിന്റെ ട്രാപ്പുകൾ മനസ്സിലാക്കാനും പറ്റില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനും പറ്റില്ല. കാരണം നമ്മൾ ഈമാൻ തിയറി കുറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി വരുമ്പം ഈമാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. കാരണം വീട്ടിനകത്ത് ഈമാന് പറ്റിയ സിറ്റുവേഷനാണ്. ഉമ്മക്കും ബാപ്പക്കൊക്കെ ഭയങ്കര ഈമാനാണ്. ഈമാൻ ഇല്ലാത്ത ഒരാളെടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെ ഈമാൻ ഉറപ്പിക്കണം എന്ന് അവർ കണ്ടിട്ടില്ല അല്ലെ. കാരണം പ്രാക്ടിക്കലി ട്രൈ ചെയ്യാണ്ട് എങ്ങനെയാ കുട്ടികൾ ഇതിനൊക്കെ ആ സമയത്ത് എടുക്കുക പുറത്ത്. ഏത് സിറ്റുവേഷനിലും എന്റെ ഈമാനിനെ എനിക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർ ചെയ്ത് നോക്കുമ്പോഴാണ് അവർക്ക് ഈമാൻ ഉണ്ടാവുന്നത്. അപ്പം അവര് ആൺകുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, പെൺകുട്ടികളാണെങ്കിൽ വൈവാഹികമായിട്ടുള്ള സാഹചര്യത്തിൽ ട്രാപ്പുകളിൽ അവർക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റൂല. ഈവൻ ചില ഇസ്ലാമിക് സർക്കിളിൽ വരുന്ന സ്ട്രാപ്പുകളും അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കണം എന്റെ കുട്ടീനെ ഞാൻ ഇസ്ലാമിക് സർക്കിളിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. ദീൻ പഠിക്കുക, ദീൻ എഴുതുക, ദീൻ പഠിപ്പിക്കുക, ദീൻ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എത്രയെത്ര ഇസ്ലാമിക് സർക്കിളില് സുബ്ഹാനല്ലാഹ്, അത് ആ ഒരു സർക്കിളിന്റെ കുഴപ്പം ഇസ്ലാമിന്റെ കുഴപ്പമില്ല. അങ്ങനെയുള്ള സർക്കിളുകളിലൊക്കെയും ഇബ്ലീസിന്റെ ഇൻഫ്ലുവൻസിൽ പെട്ട മനുഷ്യന്മാരുണ്ടാവും. അവര് കാരണം അവിടെ ചില പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടാവും. ആ ട്രാപ്പുകളൊന്നും നമ്മളെ മക്കൾക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളെ മക്കള് ആകെ നമ്മളെ വീട്ടില് ഈമാനും തഖ്വയും മാത്രമേ കണ്ടിട്ടുള്ളൂ. പുറത്തൊരു ദുനിയാവിൽ ഒരു പ്രശ്നം വരുമ്പം അവിടെ എങ്ങനെ ഈമാൻ അപ്ലൈ ചെയ്യണമെന്ന് അവർ കണ്ടിട്ടില്ല. അവരത് അപ്ലൈ ചെയ്ത് അവർ സക്സസ്ഫുൾ ആകുമ്പം അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈമാനിലൊരു ഈമാൻ വരാനുണ്ട്. ഓക്കെ. അപ്പം ആ രീതിയിൽ സുബ്ഹാനല്ലാഹ് വളർത്തുന്ന അങ്ങനെയുള്ള ഹയർ ഗോൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന ദീൻ അതാണല്ലേ. ഏറ്റവും മോശമായിട്ടുള്ള സമൂഹത്തില് ഇസ്ലാമിനെ സ്ഥാപിച്ചിട്ടാണ് അവർ കാണിച്ചത്. എന്നിട്ട് ആ സുന്നത്തിനെ ഫോളോ ചെയ്യുന്ന നമ്മൾ എന്താ ചെയ്യുന്നത്? മോശമായിട്ടുള്ള ആൾക്കാരൊക്കെ മാറ്റി നിർത്തി നല്ല ആൾക്കാരെ കൂടെ മാത്രം നമ്മളെ മക്കളെ ഇങ്ങനെ എത്ര ഫീസ് കൊടുത്തിട്ടാണെങ്കിലും ഹോസ്റ്റലിൽ വിട്ടിട്ടാണെങ്കിലും നല്ല ആൾക്കാരെ എന്നിട്ട് മക്കൾ നന്നായി നമ്മൾ അങ്ങോട്ട് പറയുകയും ചെയ്യൂലേ. മക്കൾ നന്നാവുള്ള പ്രായമൊന്നും ആയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിലുള്ള ഹൈ ഗോൾ ഉള്ള ഫാമിലീസ്, അതുപോലെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അത്രയും മോശമൊന്നും അല്ല ഇന്നത്തെ സമൂഹം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. വുമൺ, വൈൻ, ഗാംബ്ലിംഗ്, അങ്ങനത്തെ വളരെ 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 മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന, അതിനെതിരെ സംസാരിച്ചവരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തില് ഇസ്ലാം സ്ഥാപിച്ച് കാണിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യുന്ന നമ്മള് സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുമ്പോഴേ അതൊരു സക്സസ്ഫുൾ മുസ്ലിം ഫാമിലി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നോടും നിങ്ങളോടും പറയാണ്. ഓക്കെ. വളരെ കംഫർട്ടബിൾ ആയിട്ട് വീട്ടിനകത്തിരുന്ന് ദീൻ പഠിച്ച്, അതുപോലെ കുട്ടികളെ ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുപാടിൽ മാത്രം ദീൻ പഠിപ്പിച്ചിട്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആൾക്കാരാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല നമ്മൾ ഈ സീരീസിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. അങ്ങനെയുള്ള പേരൻസിന് വേണ്ടിയിട്ടല്ല.
അപ്പം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവണം ഓരോ മുസ്ലിം ഫാമിലിക്കും. ഓക്കെ, അതേസമയം ആ ഒരു ഫാമിലി മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്ന സമൂഹം ഇന്നത്തെ കാലം എന്താണ്, എന്തെല്ലാം പ്രശ്നങ്ങൾ ഏതെല്ലാം വഴിക്ക് വരും, ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെന്തൊക്കെ പരിഹാരം വേണം. തിയറി മാത്രം പോരാ, പ്രാക്ടിക്കലി വേണം. ആ പ്രാക്ടിക്കലി ഓരോ കാര്യം നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് ഇറങ്ങും. ഓക്കെ, അങ്ങനെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് റൈറ്റ് ഡയറക്ഷനിൽ പോകാൻ ഈസി ആവും. നമ്മൾ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾസിലേക്ക് എത്താൻ നമുക്ക് പറ്റും. നമ്മളെ സ്വന്തം വീക്ക്നെസ് മനസ്സിലാക്കാനും ചലഞ്ചുകൾ മനസ്സിലാക്കാനും ചുറ്റുപാടുമുള്ള ആളുകളും അവരെ സ്വഭാവങ്ങളും അവരെ പ്രശ്നങ്ങളും അവർ നമുക്ക് തരുന്ന ചലഞ്ചസും മനസ്സിലാക്കാനും അതിനൊക്കെ ഈസി ആയിട്ട് തരണം ചെയ്യാനും നമുക്ക് പറ്റും. എന്തൊക്കെ നമുക്ക് നമ്മളിൽ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മളെ കുടുംബങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഒക്കെ കൂടെ നമ്മുടെ വാല്യൂസിനെ മുറുകെ പിടിച്ച് ജീവിക്കാനും പറ്റും. സുബ്ഹാനല്ലാഹ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഫാമിലി എങ്ങോട്ടാ പോണതെന്നും അറിയണം, എന്തിനാ അവിടെ പോകണമെന്ന് അറിയണം, ആ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ട വാല്യൂസ് എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് ജീവിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നല്ലൊരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂസും നമ്മളെ പ്രയോറിറ്റീസും നമ്മളെ ഗോളുകളും നമ്മളെ പ്ലാനുകളും എല്ലാത്തിനെയും നമുക്ക് ഒന്നിച്ച് അല്ലെ ഹിദായത്തുമായിട്ട് കമ്പൈൻ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ എടുത്തിട്ട് പോകാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്ന് നമ്മൾ ഇന്ന് ഈ സീരീസിൽ നമ്മൾ ഡയറക്ഷൻ ഓഫ് ദി ഫാമിലി, ഓക്കെ, ആ ഒരു കുടുംബത്തിന്റെ എന്താണ് ഗതി, ഡയറക്ഷൻ, എന്താ റൂട്ട്, എന്താ പറയാ, ദിശ, ഓക്കെ, ദിശയെ കുറിച്ച് നമ്മൾ സംസാരിക്കും. ആൻഡ് വിഷൻ. ഓക്കെ, വിഷൻ എന്ന് പറയുമ്പം ആ ഒരു വാക്കിന് നമ്മളിപ്പം കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പേർപ്പസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്ത് ദാരിയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ പർപ്പസ്. ആൻഡ് അത് അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അതിനകത്ത് സക്സസ്ഫുൾ ആയിട്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, അതിനാണ് നമ്മൾ, അതായത് എന്തിനാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്നുള്ളതാണ് പേർപ്പസ്. വിഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ്, അതായത് ആ ഒരു പേർപ്പസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭൂമിയിൽ തന്നെ എവിടെ എത്തണം, എങ്ങനെ ആയിട്ട് മാറണം, അതായത് ഒരു ഇത്ര കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഇന്നതാവണം എന്നുള്ള ആ ഒരു നമ്മളൊരു പ്ലാൻ ഉണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തായി മാറണം നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്താൻ. ഞാൻ പലപ്പോഴും ഇപ്പം എന്റെ ക്ലാസ്സുകളെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, ഖുർആനാവുന്ന നമസ്കാരം, മുത്തും പഴവും പെറുക്കുന്ന ഖുർആൻ. ആ ഒരു അവസ്ഥ നമുക്ക് ഭൂമിയിൽ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റിന്റെ തെളിവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഭൂമിയിൽ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവണം. അല്ലാതെ നമ്മളിങ്ങനെ അത് ചെയ്ത സ്വർഗം കിട്ടും, ഇത് ചെയ്ത സ്വർഗം കിട്ടും, അവിടുന്ന് ഇവിടുന്നൊക്കെ നമുക്ക് സൗകര്യമുള്ളത് കുറച്ച് പെറുക്കിട്ട് നമ്മൾ സ്വർഗത്തിന്റെ ആൾക്കാരാന്ന് പറയല്ല. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, നമ്മൾ എവിടെ എത്തണം, അതായത് ഭൂമിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം, അതിനു വേണ്ടി നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം, അതുപോലത്തെ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അതാണ് വിഷൻ. ഓക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പൊ പേർപ്പസ് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഭൂമിയിൽ വന്നത് എന്നുള്ള ആ ഒരു കാര്യം, പേർപ്പസ് നമുക്ക് അതിന് അർത്ഥം തരും നമ്മളെ ജീവിതത്തിന്. പക്ഷേ വിഷനെ നമുക്ക് ശരിക്കുള്ള ഡയറക്ഷൻ തരുള്ളൂ. നമ്മളൊക്കെ പേർപ്പസ് ഉള്ള ആൾക്കാരാണ്, നമ്മളൊക്കെ സ്വർഗത്ത് പോകണമെന്ന് തീരുമാനിച്ച് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ശരിക്കും ഡയറക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ പോണ വഴിക്ക് പെറുക്കുന്നതൊക്കെ പെറുക്കി 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 എല്ലാത്തിനും പ്രതിഫലം ഉണ്ടല്ലോ, പ്രതിഫലം ഉള്ളതൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോണതാണ്. പക്ഷെ ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന സമയമാകുമ്പോഴേക്ക് ഇന്നത് ചെയ്താലേ അത് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ, ഈ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ട് പോണ ആൾക്കാരൊന്നും അല്ല. സുബ്ഹാനല്ലാഹ്. പേർപ്പസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു മാറ്റം വരില്ല, അത് സ്റ്റേബിൾ ആയിരിക്കും. എന്നും നമ്മളെ പേർപ്പസ് എന്ന് പറയുന്നത് സ്വർഗം, അള്ളാഹുവിന്റെ തൃപ്തി തന്നെയാണ്. പക്ഷെ വിഷൻ എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഖുർആനാവുന്ന നമസ്കാരം എന്ന് പറയുമ്പോൾ അതിന് പല സ്റ്റേജുകളുണ്ട് അല്ലെ. ആദ്യത്തെ സ്റ്റേജാണ് നമസ്കാരത്തിന്റെ ഫിഖ്ഹിയായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അടുത്ത സ്റ്റേജാണ് അതിന്റെ അതിൽ നമ്മൾ കറക്റ്റ് ആവുക, അല്ലെങ്കിൽ റെഗുലർ ആവുക, അതിന്റെ കൂടെ കൂട്ടേണ്ട സുന്നത്തുകൾ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ കൂട്ടുക, അതായത് അതിന്റെ ഫിസിക്കൽ വശങ്ങൾ അല്ലെ. അതിന്റെ അടുത്ത ലെവലാണ് അതിന്റെ അടുത്ത ഡെപ്തിലേക്ക്, അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ് നമ്മളെ ജീവിതത്തിന്റെ എല്ലാ തെറ്റുകളും പ്രശ്നങ്ങളും തിരുത്തി, നമ്മളെ അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ നമ്മളെ മനസ്സിനെ കൊണ്ടുവന്ന് ഹൃദയത്തിനെ ക്ലീൻ ആക്കി. അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു അതിന്റെ ഡിഫറെന്റ് സ്റ്റേജുകളിലൂടെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ പേർപ്പസിന് ഒരു മാറ്റവും ഇല്ല അല്ലെ. പേർപ്പസ് എന്ന് പറയുന്നത് എപ്പോഴും അത് തന്നെയാണ്, റബ്ബിന്റെ റിദ,
അതുവഴി സ്വർഗം അല്ലെ. പക്ഷെ വിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അതിനിങ്ങനെ ബെറ്റർ ആക്കി നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റും. പക്ഷെ വിഷൻ ഇല്ലാതെ നമ്മൾ പേർപ്പസിലേക്ക് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ, പോകുന്ന വഴിക്ക് കിട്ടുന്നതൊക്കെ പെറുക്കി കുറെ അതിന് പ്രതിഫലമുണ്ട് ഇതിന് പ്രതിഫലമുണ്ട് അതൊക്കെ പെറുക്കി, പക്ഷെ ഇപ്പുറത്ത് ആ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ഒരു 100 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്കത് ബോധോടല്ല. നമ്മളിപ്പോഴും അവകാശപ്പെടുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല പേർപ്പസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ വാല്യൂസ്, നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെയാണ്. അതായത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്താണ് സ്വർഗത്തിലേക്കുള്ള ആ ഒരു പേർപ്പസിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. എന്നാൽ വിഷനിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഗോൾ ഉണ്ടാവും. ഇന്ന സമയമാകുമ്പോഴേക്ക് ഈ കാര്യം നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, തിരുത്തണം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് തിരുത്തണം. അപ്പൊ അതിങ്ങനെ പടിപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും വിഷൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം വിഷൻ ഇല്ലാത്ത ഫാമിലീസ് ആണ്, അല്ലെങ്കിൽ വിഷൻ ഇല്ലാത്ത മനുഷ്യന്മാരാണ് നമ്മളിൽ അധിക പേരും. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് പോവുക തന്നെ. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന സമയമാകുമ്പോഴേക്ക് ഇന്നത് ഞാൻ ചെയ്തു തീർക്കും, അത് സ്വർഗത്തിലേക്കുള്ള പടീന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് ഞാൻ അടുത്തതിന് വേണ്ടി പ്ലാൻ ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കാറുമില്ല. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഇനിയിപ്പോ അതൊക്കെ ആരെങ്കിലും പറഞ്ഞാലും അവർക്ക് വിവരക്കേടാന്നേ നമ്മൾ വിചാരിക്കുള്ളൂ അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം പേർപ്പസ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഈ യാത്ര, എന്തിനാണ് നമ്മൾ ഭൂമിയിൽ ഈ യാത്ര എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. വിഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോണത്, അതായത് ഈ യാത്രയിൽ ഓരോരോ സ്റ്റെപ്പും നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് വിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാതെ ഇങ്ങനെ ആടിയോ അല്ലെങ്കിൽ പോന്നപ്പോ നേരത്തെ പറഞ്ഞ കപ്പലുണ്ടല്ലോ, ഒരു കപ്പിത്താൻ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ ആ കാറ്റ് അവിടെ നിന്ന് അടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇപ്പുറത്തുനിന്ന് വേറൊരു കാറ്റ് വരുമ്പോൾ അത് ഇങ്ങോട്ട് പോകും, എന്നിട്ട് അപ്പുറത്തുനിന്ന് വേറൊരു കാറ്റ്, എന്നിട്ട് ചില സമയത്ത് കാറ്റ് ശക്തിയായിട്ട് അടിച്ചാൽ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ ഉണ്ടാവും അല്ലെ, എന്നിട്ട് പിന്നെയും കാറ്റടിക്കുമ്പോൾ മുന്നോട്ട് പോകും. അങ്ങനെയല്ലേ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം. കുറെ മുന്നോട്ട് പോയി ആ കാറ്റടിക്കുമ്പോൾ പിന്നോട്ട് വരും അല്ലെ, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് പോകും. ഇതൊക്കെ നല്ല വഴികളും ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ ലക്ഷ്യത്തിലിട്ട് എത്തുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം വിഷൻ വേണം അല്ലെ, വാല്യൂസ് വേണം. അതായത് നമ്മൾ ഈ യാത്രയിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏത് പ്രതികൂല സാഹചര്യത്തിൽ വന്നാലും ഈ കാര്യം ഞാൻ കോംപ്രമൈസ് ചെയ്യൂല എന്ന് പറയുന്ന രീതിയിലുള്ള വാല്യൂസ് നമുക്ക് ആ യാത്രയിൽ വേണം. മൈൽ സ്റ്റോൺസ് ഉണ്ടായിരിക്കണം. അതായത് ഇത്ര വർഷം കൊണ്ട് ഇന്ന കാര്യങ്ങളിൽ ഈ മൈൽ സ്റ്റോൺ ഞാൻ അച്ചീവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ഇപ്പം മൈൽ സ്റ്റോൺസിനെക്കാളും, അതായത് മൈൽ സ്റ്റോൺ എന്ന് വെച്ചാൽ മയിൽക്കുറ്റി എന്ന് പറയുന്ന സംഭവം ഇത്ര കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അതിനേക്കാളും നമുക്കിപ്പോ മുകളിൽ ഇങ്ങനെ പച്ച ബോർഡിൽ ഉണ്ടാവും അല്ലെ കിലോമീറ്റേഴ്സ്. അപ്പൊ ഓരോ മൈൽ സ്റ്റോൺ നമ്മൾ ദൂരെ ഒരു യാത്രയിൽ ഇപ്പൊ കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഇത്ര കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെ. അതുപോലെ നമ്മളുടെ സ്വർഗത്തിലേക്കുള്ള അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള യാത്രയിലും മൈൽ സ്റ്റോൺസ് ഉണ്ടായിരിക്കണം. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഞാൻ ക്ലിയർ ആക്കി പോയാലേ അവിടെ എത്തിയാല് നമുക്ക് റബ്ബിന്റെ ചോദ്യം ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ആദ്യം നിസ്കാരം ചോദിക്കുക, നിസ്കാരം നന്നായാല് ബാക്കിയെല്ലാം നന്നായി എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളെ യാത്രയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാം നന്നാക്കലാണ്. അപ്പോഴേ നിസ്കാരം നന്നാവുള്ളൂ അല്ലെ. എന്നാൽ നമ്മൾ ഈ എല്ലാം നന്നാക്കലിനെ അവിടെ സൈഡാക്കി വെച്ചിട്ട് ഇതിന് കൂലിയുണ്ട് അതിന് കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കൂലിയുള്ള എല്ലാ സാധനവും പെറുക്കി നമ്മൾ അങ്ങോട്ട് പോകും. നമ്മളെ സ്വഭാവവും നമ്മളെ സംസാരവും അല്ലെ, നമ്മളെ എല്ലാ ബെടക്ക് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അപ്പോഴും ഉണ്ടാവും, ഒന്നും തിരുത്തപ്പെട്ടിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഗോളൊന്നും ഇല്ല അല്ലെ. നമ്മളിങ്ങനെ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ ഗോൾ. ഞാൻ ഇന്നത് പ്ലാൻ ചെയ്തു, അത് ഇന്ന സമയത്തിനുള്ളിൽ നടത്തിയോ, ഇല്ലെങ്കിൽ ആ നടത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം. അതിനു വേണ്ടി എപ്പോഴും വേണ്ടത് ദുആ ആണ് കേട്ടോ. നമ്മൾ ഓരോ ഗോളും മനസ്സിലാക്കുമ്പോഴും ദുആ ചെയ്യുക. ഈ ഗോൾ നേടാൻ വേണ്ടി റബ്ബേ ഞാൻ എന്ത് ചെയ്യണം. റബ്ബ് നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ കാണിച്ചു തരും ഓരോ സമയത്തും. അത് എടുക്കുക, നമുക്ക് മനസ്സിലാക്കുക, തിരുത്തേണ്ടത് തിരുത്തുക, കൊടുക്കേണ്ടത് കൊടുക്കുക, കൊടുത്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, അത് മാറ്റുക. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഗോള് വേണം, പ്ലാൻ വേണം, സ്ട്രാറ്റജി വേണം. സുബ്ഹാനല്ലാഹ്. എങ്ങനെ അല്ലെ, കാരണം ഈ ഗോൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുമ്പോൾ നമുക്ക് റബ്ബ് അതിന് പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ തരും. അതായത് ഏത് വഴിക്കാണ് നീ ഇന്ന കാര്യം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, തിരുത്തേണ്ടത്, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്, അള്ളാഹു തുറന്നു തരും വഴികൾ. സുബ്ഹാനല്ലാഹ്. അപ്പം പേർപ്പസ് വേണം. പേർപ്പസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അൽഹംദുലില്ലാ. നമ്മുടെ ജേണിക്ക്, നമ്മളെ യാത്രയ്ക്ക് ഒരു മീനിങ്ങും ഉണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും ഡയറക്ഷൻ ഇല്ല. നമ്മളെ കപ്പലിന് ആ ഒരു എവിടെ എത്തണം അതിന്റെ റൂട്ട് അറിയുന്ന കപ്പിത്താൻ ഇല്ല. നമ്മൾ അത് ഫാമിലിയിലേക്ക് പോയിട്ടോ, ഞാൻ പേഴ്സണൽ കാര്യങ്ങളാ പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ
ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന കാറ്റ് വരുമ്പോൾ ഒരിത്തിരി ഇങ്ങോട്ട് ചരിച്ചാലും പിന്നെയും തിരിച്ച് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷൻ ഉള്ള ഒരു കപ്പിത്താൻ നമ്മളെയൊന്നും ജീവിതത്തിൽ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് നമുക്ക് മെല്ലെ മെല്ലെ നോക്കാം. ഇന്ന് നമ്മൾ ഒരു ടോപ്പിക്കും കൂടെ, ഒരു ടോപ്പിക്കാണ്, മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതും കൂടെ പറഞ്ഞിട്ട് ഇന്ന് നിർത്താം. ഇസ്ലാമിക് ഫാമിലി എന്ന് പറയുമ്പം അതിന്റെ നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഇസ്ലാം ആയിരിക്കണം. ഓക്കെ, നമ്മളൊരു മുസ്ലിം ഫാമിലിയാണ്, നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ത് സെന്റൻസ് അല്ലേ ഇതിപ്പോ ആർക്കാ അറിയാത്തത്? സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കാം, നമ്മുടെയൊക്കെ മെയിൻ റെഫറൻസ് പോയിന്റ് എന്താണ്? റെഫറൻസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഇപ്പം നമ്മളെ മക്കളെ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർത്താന്ന് വെച്ചോ, അവർക്ക് ഇന്ന ജോലി വേണം, അപ്പൊ അവരെ നമ്മൾ അതിനൊരു കോഴ്സിന് ചേർത്തുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം പഠിപ്പിക്കുന്ന ഒരു കോഴ്സിനാണ് നമ്മൾ ചേർത്തത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ മുസ്ലിം ഫാമിലിയാണ്, നമ്മളുടെ റെഫറൻസ് പോയിന്റ് ഇസ്ലാമുമാണ്. പക്ഷെ നമ്മളെ റെഫറൻസ് പോയിന്റ് എന്താ? ഒന്നെങ്കിൽ നമ്മുടെ പൂർവികന്മാര്, അല്ലെ? അവരെന്താണോ കാണിച്ചതെന്ന് പഠിപ്പിച്ചെന്നത് അത്, അല്ലെങ്കിൽ നമ്മളെ പേരൻസ്. ഈവൻ നമ്മളെ പാരന്റ്സ് അവര് ജീവിച്ച് തോറ്റെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാലും, ഈവൻ അതൊക്കെ പഠിച്ചിട്ട് നമ്മളും ജീവിച്ച് തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയാ. ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു പാരന്റ് വന്നിട്ടുണ്ട്, എന്നൊക്കെ എൻ്റെ ഉമ്മയും വാപ്പയും അടിച്ചാ പഠിപ്പിച്ചു, ഞാൻ അതുപോലെ പഠിപ്പിക്കുന്നത്, എന്നിട്ട് ഓള് പഠിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അത് തോറ്റെന്ന് കണ്ടു കഴിഞ്ഞാലും അതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം എങ്ങനെയാ ജീവിച്ചത്, അല്ലെങ്കിൽ സമൂഹം എങ്ങനെയാ ജീവിക്കുന്നത്. ആൻഡ് ഇപ്പോഴത്തെ കാലത്ത് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇൻഫ്ലുവൻസേഴ്സ് നിന്നും അതും എടുക്കും. അതൊക്കെയാണോ നമ്മുടെ റെഫറൻസ് പോയിന്റ്സ്? അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. പക്ഷെ ആണെങ്കിൽ എങ്ങനെയാ നമ്മൾ വിജയിക്കാൻ പോണേ? അപ്പം ഒരു മുസ്ലിം ഫാമിലിന്റെ റെഫറൻസ് പോയിന്റ് ഇസ്ലാം ആയിരിക്കണം. ഇസ്ലാം ആയിരിക്കണം എന്ന് പറയുമ്പം നമുക്ക് ഇസ്ലാം എന്താന്ന് മനസ്സിലാവണം. അതിനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഇസ്ലാമിനെ ഫോളോയും ചെയ്യണം. ഓക്കെ, ഇസ്ലാം പഠിക്കണം, മനസ്സിലാക്കണം, ബോധപൂർവം ഫോളോ ചെയ്യണം. വീണ്ടും ഇസ്ലാം പഠിക്കുക മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ദുനിയാവ് പല രീതിയിൽ ഇസ്ലാം പഠിക്കുന്നതിനെ വരച്ചു വെച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഇത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണോ, അതോ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കുറച്ച് കൂലിയുണ്ട് ഇവിടെ കുറച്ച് കൂലിയുണ്ട് അത് മാത്രം? എല്ലാം വേണം കേട്ടോ, ആ കൂലി കിട്ടുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പക്ഷെ അതൊക്കെ നമ്മളുടെ യാത്രേന്റെ ഡയറക്ഷനിൽ പെട്ട കാര്യങ്ങളായിരിക്കണം. കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് ഒലഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് പോയി ഇങ്ങോട്ട് ഒലഞ്ഞ് ഇവിടെ നിന്ന് പോകുന്ന പോലത്തെ ആയിരിക്കരുത് നമ്മൾ കൂലി കിട്ടുന്ന കാര്യങ്ങൾ എടുക്കുന്നത്. അത് നമ്മളെ റൂട്ടിൽ നമ്മൾ എടുക്കുന്നതായിരിക്കണം. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അതിനെ ബോധപൂർവം ഫോളോ ചെയ്യണം, സത്യസന്ധമായിട്ട് ഫോളോ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. നമ്മളിലേക്ക് ഖുർആനിൽ ഒരു ആയത്ത് എത്തിക്കഴിഞ്ഞാൽ അതെന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒഴിവുകൾ പറയാം, അത് എനിക്ക് എന്റെ ജീവിതത്തിൽ നടക്കൂല, എന്റെ ജീവിതത്തിൽ ഓരങ്ങനെ ഇവരിങ്ങനെ, എന്റെ സിറ്റുവേഷൻ അങ്ങനെ, എനിക്ക് അതുകൊണ്ട് അത് കഴിയൂല എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുന്ന നമ്മളെ റബ്ബിന്റെ അടുത്ത് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാ എനിക്കിത് കഴിയൂല എന്ന് പറയാം, നമുക്ക് എന്ത് ധൈര്യം ഉണ്ടാവും, അല്ലെ? കാരണം റബ്ബ് നമുക്ക് തന്ന എല്ലാ കൽപ്പനകളും നമുക്ക് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം. ഇനി അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ടെസ്റ്റിൽ ജയിക്കലാണ് ഭൂമിയിലെ ജീവിതം, അല്ലെ? അള്ളാഹ് മതി നമുക്കത് പിന്തുടരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കണം, അതിനെ ബോധപൂർവം ഫോളോ ചെയ്യണം. ഓക്കെ, ഇസ്ലാം എല്ലാ മേഖലകളിലും നമുക്ക് ഗൈഡൻസും സൊല്യൂഷൻ തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനും നമ്മൾ എഫേർട്ട് എടുത്തേ മതിയാകൂ. ഈ പറഞ്ഞ പോലെ അങ്ങനെ അതൊന്നും എടുക്കാണ്ട് എന്താണ് ഇസ്ലാം എന്ന് ശരിക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയും അപ്ലൈ ചെയ്യുകയും ഒന്നും ചെയ്യാതെ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഫുൾ ടൈം പഠനമാണ്, ഫുൾ ടൈം ക്ലാസ്സും ആണ്, പക്ഷെ എന്താണ് എവിടുന്നൊക്കെയോ കിട്ടുന്ന എന്തൊക്കെയോ ആണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ജീവിതത്തിന് തിരുത്താനും ശ്രമിക്കുന്നില്ല, ഇസ്ലാം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 10 ക്ലാസ് കേട്ടാൽ ഞാൻ അതിനകത്ത് ഒരു 2 പോയിന്റ് ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, അത്രയധികം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാതെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ തലയുടെ മേലെ വാളായിട്ടുണ്ടാവും. അപ്പം ഇസ്ലാമിനെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ഏത് നിയത്തോടു കൂടി അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും തിരുത്താനും വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇസ്ലാം ആയിരിക്കണം നമ്മുടെ റെഫറൻസ് പോയിന്റ് മെയിൻ ആയിട്ട്. നമ്മള്
എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും അത് നമ്മളെ വിശ്വാസത്തിനെ കുറിച്ച്, സ്വഭാവത്തിനെ കുറിച്ച്, ബന്ധങ്ങളെ കുറിച്ച്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സിൽ എല്ലാത്തിലും നമുക്ക് ഗൈഡൻസ് തരുന്നത് ഇസ്ലാം ആയിരിക്കണം. അങ്ങനെ ഇസ്ലാമിന് ഗൈഡൻസ് വേണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം എല്ലാ ചോദ്യങ്ങളും എല്ലാവരോടും പോയി ചോദിക്കാൻ തുടങ്ങും അല്ലെ. അതിനെന്താ ചെയ്യേണ്ടത്, ഇതിനെന്താ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട ചോദ്യങ്ങൾ ആരെന്നെ ഉത്തരം തന്നു കഴിഞ്ഞാലും കംപ്ലീറ്റ് ആവില്ല. അത് അള്ളാഹ് തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് എത്തിക്കണം. സുബ്ഹാനല്ലാഹ്. ഒരാൾക്കും നമുക്ക് തികഞ്ഞ ഉത്തരം തരാം. എത്ര പണ്ഡിതന്മാരുണ്ടെങ്കിലും ഒരു പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷന് പറ്റുന്ന ഉത്തരം ചിലപ്പോൾ അവരുത്തരം തരും. അവർ മാഷാ അല്ലാഹ് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഫിക്കി ആയിട്ടുള്ള ഉത്തരം തരും. ചിലപ്പോൾ നമ്മളെ സിറ്റുവേഷനിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ടാവും. നമ്മളെ വാക്കുകളിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കുള്ള ഉത്തരം നമുക്ക് അള്ളാഹ് എത്തിക്കും. എപ്പം വത്തഖുല്ലാഹ് വയഅല്ലിമുക്കുമുല്ലാഹ് അല്ലെ. അള്ളാഹ് പഠിപ്പിക്കുന്നു, നമ്മൾ പ്രാവർത്തികമാക്കുന്നു, വീണ്ടും അള്ളാഹ് പഠിപ്പിക്കുന്നു, വീണ്ടും പ്രാവർത്തികമാക്കുന്നു. ആ ഒരു സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ അഫയേഴ്സിനുള്ള ഉത്തരവും ഇസ്ലാമിൽ നിന്ന് കിട്ടും. അതിന് ഇസ്ലാമിനെ സീരിയസ് ആക്കി എടുക്കണം. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം നമ്മളെ ജസ്റ്റ് പ്രാർത്ഥനകൾക്കും അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്കും മറ്റു ഇബാദത്തുകൾക്കും വേണ്ടി മാത്രമുള്ളതാവരുത്. നമ്മളുടെ കംപ്ലീറ്റ് ലൈഫിന്റെ ഗൈഡ് ആയിരിക്കണം. സ്ക്രീനിൽ കാണുന്ന സൂറ അൻആമിലുള്ള ആയത്തുകൾ അല്ലെ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയുന്നുണ്ട് അല്ലേ, സുബ്ഹാനല്ലാഹ്, പറയുന്നവര്. അപ്പം എന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, എന്റെ നമസ്കാരം, എന്റെ സാക്രിഫൈസും, എന്റെ ജീവിതവും, എന്റെ മരണവും റബ്ബിന് വേണ്ടിയിട്ടുള്ളതാന്ന് നമ്മൾ നാവുകൊണ്ട് പറയുകയും ചെയ്യാം. എന്റെ ജീവിതം എവിടെ റബ്ബിന് വേണ്ടി നമ്മൾ ആക്കുന്നു. റബ്ബിന് വേണ്ടി ആക്കണമെങ്കിൽ റബ്ബിന് എന്താ വേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്നിട്ട് പ്രാവർത്തികമാക്കണം അല്ലെ. അത് പ്രാവർത്തികമാക്കാൻ തന്നെ എത്ര എളുപ്പമുള്ള കാര്യമാണ്. അതിൽ നമ്മൾ തോറ്റുപോകും. അത് നമുക്ക് മനസ്സിലാവാതെ വരും. തോറ്റു പോകുമ്പോൾ തിരുത്തണം അല്ലെ. അപ്പൊ ലൈഫ് ലോങ് നമുക്കത് ചെയ്യാനുണ്ട്. എന്നാൽ അത് ചെയ്യാണ്ട് എന്റെ ജീവിതം, എന്റെ മരണമൊക്കെ റബ്ബിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അങ്ങോട്ട് പറയുകയും ചെയ്യും. അപ്പൊ ഇവിടെ മെസ്സേജ് ക്ലിയർ ആണ് ഈ ഒരു ആയത്തിൽ അല്ലെ. ഒരു മുസ്ലിം ഫാമിലിക്ക് ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല, പക്ഷെ ഒരു ഇസ്ലാം അവരുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ആണ്. പ്ലസ് അവരുടെ ജീവിതത്തിന് ഡയറക്ഷൻ കൊടുക്കുന്നതാണ് ഇസ്ലാം. എല്ലാം ഇസ്ലാം ആണെന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇസ്ലാമിനെ റെഫറൻസ് പോയിന്റ് ആക്കി എടുക്കുന്ന ഒരു മുസ്ലിം ഫാമിലി പലതും ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ആദ്യമായിട്ട് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇഷ്ടപ്പെടുക എന്നുള്ളത് അല്ലെ. എന്താ റബ്ബിന് തൃപ്തിയുള്ളത് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ചെയ്യുന്നത് റബ്ബിന്റെ തൃപ്തിയാണോ അതോ എന്റെ തൃപ്തിയാണോ എന്ന് ചോദിക്കാം അല്ലെ. സുന്നത്ത് അറിയുക, പിന്തുടരുക. പ്രയാസമുള്ള കാര്യത്തിലും എളുപ്പമുള്ള കാര്യത്തിലും. യെസ്, നമ്മളൊക്കെ ഭയങ്കര സുന്നത്തിന്റെ ആൾക്കാരാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ്, ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ അത് പറഞ്ഞു അല്ലെ. അത്രയും ടഫായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് ദീൻ കൊണ്ടുവന്ന് ദഅവ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആൾക്കാരായ നമ്മളിപ്പോ എന്താ ശ്രമിക്കുന്നത്, നമ്മളെ മക്കളെ പുറം ലോകം കാണാണ്ട് വീട്ടിനകത്തിരുന്നിട്ട് ദീൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ സുന്നത്തിന്റെ ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാല് ദഅവയായിരുന്നു മെയിൻ അല്ലെ. പല നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരുന്ന പല കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ദഅവയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കില്ല, നമ്മളെ മക്കളെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കില്ല, എന്നിട്ട് നമ്മൾ സുന്നത്തിന്റെ ആൾക്കാരെന്ന് പറയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ ഹിദായത്ത്, ഗൈഡൻസ്, അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ ജീവിതം കൊണ്ട് നമ്മളും ചെയ്യണം, നമ്മളെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കുകയും വേണം. എന്നിട്ട് നമ്മളെ മക്കൾക്ക് തിരിച്ചറിയണം നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് നല്ല മാതൃകകളായി മാറണം എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളടുത്ത് നമ്മൾ നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നാളെ ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ദഅവ അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ തൗഹീദ് അവർ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ മക്കൾക്ക് മനസ്സിലാവും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. പക്ഷെ നമ്മളൊക്കെയും ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് വേറെ പലതുമാണ്. നമ്മളെ മക്കള് നമ്മള് വിഷമിച്ചും കരഞ്ഞും അല്ലെ ടെൻഷൻ അടിച്ചും ഒക്കെ കണ്ടിട്ടുണ്ടാവുക വേറെ പലതിനും വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെ. ഒന്നെങ്കിൽ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കും, കരയും. സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വേദന. അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വീട് എടുക്കണം എന്ന് വെച്ചാൽ വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു അഡ്മിഷൻ എടുക്കണം എന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അതിനൊക്കെയാണ് നമ്മൾ ബേജാറായിട്ടും കരഞ്ഞിട്ട് നമ്മളെ മക്കൾ കണ്ടിട്ടുള്ളത്. അവർക്ക് ഈ ദഅവയാണ്, ദീനാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് സാഹചര്യത്തിലും ഏറ്റവും നല്ല മാതൃകയാവലാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് അവർ കണ്ടിട്ടുമില്ല, അവർ അറിഞ്ഞിട്ടുമില്ല അല്ലെ.
സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മളുടെ ഒക്കെ റെഫറൻസ് പോയിന്റ് ഇസ്ലാമാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നമ്മളെ തിരുത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആമീൻ. അപ്പം അങ്ങനെ നമ്മൾ കാണുമ്പം, അതായത് ജീവിതത്തിനെ നമ്മൾ അങ്ങനെ കാണുമ്പം ഇസ്ലാമാണ് എല്ലാം, അല്ലെങ്കിൽ ഇസ്ലാമാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മനസ്സിലാകുമ്പോൾ നാച്ചുറലി നമ്മൾ ഇസ്ലാം പഠിക്കൽ നിർബന്ധമായില്ലേ. അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കേണ്ട രീതിയിൽ പഠിക്കുകയും ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയും വേണം. പിന്നെ അൽഹംദുലില്ലാ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനൊരു ബർക്കയാണ് അല്ലെ. നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വല്ലാത്തൊരു ബർക്കത്താ. സുബ്ഹാനല്ലാഹ്. രണ്ടിനും, അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈവൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ബർക്കത്തുള്ള വേറെ തന്നെ തരും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇസ്ലാമിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അഖീദ നമ്മൾ പഠിക്കണം, നിർബന്ധമാണ്. ഒരു കോംപ്രമൈസും ഇല്ല. എന്താണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് എന്ന്. കാരണം വൈബായിട്ടുള്ള കാര്യങ്ങൾ അഖീദയിൽ വരുന്നത് അല്ലെ. നമുക്ക് എവിടെ നിന്ന് കിട്ടും അത് പഠിക്കാതെ മനസ്സിലാക്കാൻ? ഖുർആനിലും സുന്നത്തിലും എന്താ പറഞ്ഞതെന്നല്ല മനസ്സിലാക്കാതെ എങ്ങനെയാ നമ്മളെ വിശ്വാസം ശരിയാവുക? നമ്മളെ വിശ്വാസം ശരിയില്ലാതെ അല്ലെ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലാത്തവർക്ക് സ്വർഗം ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ ഈമാൻ ശരിയാവാണ്ട് നമ്മൾ ഭയങ്കര അമല് മാത്രം, അങ്ങനെയുള്ള അജണ്ടകളൊക്കെ ദുനിയാവിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലെ. അഖീദ ശരിയില്ലാണ്ട് നമ്മൾ എന്ത് അമല് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അഖീദ പഠിക്കണം, സീറ പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, ജീവിതം. സുബ്ഹാനല്ലാഹ്. ഓരോ സാഹചര്യം വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെങ്ങനെയാ പ്രതികരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ദഅവ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്തത്? സുബ്ഹാനല്ലാഹ്. അതിന് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഹദീസ് കേട്ടാലൊന്നും പോരാ. ആ ഒരു ഫ്ലോ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മളെ ജീവിതവും അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, തദബ്ബുർ ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റുന്നത്. ഫിഖ് പഠിക്കണം, ഇസ്ലാമികമായിട്ടുള്ള റൂളിങ്സ്, നിയമങ്ങൾ, ഓരോ സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഫിഖു നമുക്ക് എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സംശയം വന്നാൽ വേഗം ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അടുത്തോ ആരുടെങ്കിലും ചോദിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഓ നമ്മളെ ആവശ്യത്തിനുള്ള ഫിഖായി അല്ലേ. ഫിഖ് പഠിക്കണം, തഫ്സീർ പഠിക്കണം, ഖുർആനെ മനസ്സിലാക്കണം. എന്താ ഖുർആൻ നമ്മളോട് അള്ളാഹ് സംസാരിക്കുന്നത് അല്ലെ, അത് മനസ്സിലാക്കാണ്ട് പിന്നെ ദുനിയാവിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിട്ട് എന്താ? ഹദീസ് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സാഹചര്യങ്ങളിലും നമ്മളെ അടുത്ത് പറഞ്ഞു തന്ന കാര്യങ്ങൾ എങ്ങനെ, അത് പഠിക്കണം എന്ന് പറയുമ്പോൾ അത് പഠിക്കുക തന്നെ വേണം, മനസ്സിലാക്കുക തന്നെ വേണം, പ്രാവർത്തികമാക്കുന്ന രീതിയിൽ മനസ്സിലാക്കണം. ആൻഡ് ഈ പറഞ്ഞ ഇൽമുകളെല്ലാം ആധികാരികമായ സോഴ്സിൽ നിന്നും വരുന്നതും ആയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഹിദായത്ത് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അപ്പം ഇസ്ലാമാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ മര്യാദയ്ക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അടുത്തത് പ്രയോജനപ്രദമായ ചോദ്യങ്ങൾ, ബെനിഫിഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. കാരണം ഇസ്ലാമിനെ കുറിച്ച് നമുക്കൊരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ലൈഫിലൊന്ന് സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അറിവുള്ള ആളുകളടുത്ത് ചോദിക്കണം. പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ അത് കാണുകയും വേണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് എന്തോ ഒരു സീരിയോസിറ്റി ഉണ്ടെന്ന്. പക്ഷെ അവര് കാണുന്നത് ഉപ്പാക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഉമ്മ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ച് അന്വേഷിക്കും, എല്ലാവരുടെ അടുത്തും ചോദിച്ച് എല്ലാ പരിഹാരങ്ങളും തേടും. അപ്പൊ അവര് വിചാരിക്കുന്നത് അതാ ഇമ്പോർട്ടന്റ് അല്ലെ. ഒരു കുട്ടികൾക്ക് ഒരു അഡ്മിഷന്റെ സമയം വരുമ്പോൾ എല്ലാ കോളേജിലും എല്ലാവരുടെ അടുത്തും വിളിച്ച് ചോദിക്കും. അവർ മനസ്സിലാക്കുന്നത് അതാ ഇമ്പോർട്ടന്റ് എന്ന്. പക്ഷെ ഒരു പ്രശ്നം, ഫിഖി ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ആ കുഴപ്പമില്ല, എനിക്ക് ഇത്രേ അറിയുള്ളൂ, അങ്ങനെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവരേക്ക് ഇത് ഇത്രയല്ലേ ഉള്ളൂ അല്ലേ. അങ്ങനെ തന്നെയല്ലേ? അതോ എനിക്ക് തോന്നിയതാണോ? അപ്പം ഇസ്ലാമിനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന, റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പം, ഒരു ചോദ്യം ഉണ്ടാവുമ്പം അത് ചോദിച്ച് തിരുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. സുബ്ഹാനല്ലാഹ്. ഇനി എല്ലാ ഇസ്ലാമിക് ഇഷ്യൂവും ഒരേപോലെയല്ല. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ്, പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് അതിനൊക്കെ സോളിഡ് ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുക, പിന്തുടരുക. പക്ഷെ ചില സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പലപ്പോഴും പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ, അത് വേറൊരു കാര്യമാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ കുട്ടികൾക്ക് ഇസ്ലാമുമായിട്ട് ഏറ്റവും വലിയ അകൽച്ച ഉണ്ടാവാനുള്ള ഒരു കാരണം കൂടി ഇതാണ്. കാരണം നമ്മൾ ഫണ്ടമെന്റൽ കാര്യങ്ങളൊന്നും നമ്മളതൊന്നും തിരുത്തപ്പെട്ടിട്ടേ ഉണ്ടാവില്ല. തൗഹീദൊക്കെ എവിടേക്കോ ആയിരിക്കും, അഖീദ ആർക്കും അറിയേ ഉണ്ടാവില്ല. എന്നാൽ നമ്മളെ എല്ലാവരുടെ വീടുകളിലും സെക്കൻഡറി കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ, പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുള്ള കാര്യങ്ങൾ, ഗ്രൂപ്പുകൾക്കിടയിൽ ഭിന്നതയുള്ള കാര്യങ്ങൾ എപ്പോഴും ചർച്ചാ വിഷയമായിരിക്കും. അടി പിടി കച്ചറ, ഒരാൾ സുന്നിയായിരിക്കും, വേറൊരാൾ മുജാഹിദായിരിക്കും, വേറൊരാൾ വിശുദ്ധം ആയിരിക്കും, എന്നിട്ട് അതിനെ അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു. അപ്പൊ കുട്ടികൾ ചോദിക്കും ഇത് വെറും കച്ചറയാണ്, ഇത് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അൺനെസസറി ആയിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കാം.
ശരിക്കും നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇതിലേക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല, തർക്കങ്ങൾ ആവശ്യമില്ല. യെസ്, പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും തെളിവുകൾ വെച്ച് കൺവിൻസ്ഡ് ആയിട്ട് എടുക്കുക, റബ്ബിൽ തവക്കുൽ ചെയ്യാൻ മുന്നോട്ട് പോകുക. ഒരു ഇസ്തിഖാറ നിസ്കരിച്ചോ, ഒത്തക്കുള്ളാവായി വള്ളിമുക്കുമുള്ള, നമ്മൾ തിരുത്തി കഴിഞ്ഞാൽ അള്ളാഹ് നമുക്ക് കറക്റ്റ് പഠിപ്പിച്ചിരുന്നത് പഠിപ്പിക്കുക. അത് നമ്മൾ ഈ ആർഗ്യുമെന്റ് ആണ് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികൾ വേറെ വഴിക്ക് പോയില്ലെങ്കിലല്ല അത്ഭുതമുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത് നമുക്കുള്ള ടെസ്റ്റും കൂടെയാണ് ഈ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പിന്നാലെ നമ്മൾ പോണത്. എന്നാൽ എത്രയോ സോളിഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ ദീനിലുണ്ടായാലും നമുക്ക് താല്പര്യമില്ല. അപ്പം പ്രയോജനപ്രദമായ ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആക്കി കാണുക, ചോദിക്കുക, മനസ്സിലാക്കുക, ഫണ്ടമെന്റൽ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കുക, തിരുത്തുക. സെക്കൻഡറി കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ, തർക്കങ്ങളിലേക്ക് പോവണ്ട. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും അവർക്കുള്ള കെയർ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുകയും വേണം, നമ്മൾ കുടുംബങ്ങൾ കാണുകയും വേണം. സുബ്ഹാനല്ലാഹ്. മറ്റു മുസ്ലിങ്ങൾ പ്രയാസങ്ങളിലാവും, ഏത് രീതിയിലുള്ള പ്രയാസമാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് അവർക്ക് ഹിദായത്ത് ഇല്ലാത്തതിന്റെ പ്രയാസമാണ്. നമുക്ക് വേറെ പലതും ഇമ്പോർട്ടന്റ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറെ പലതും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നും. പൈസ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു, വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു, രോഗം ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അതിലൊക്കെ നമ്മൾ അവരെ സഹായിക്കണം. പക്ഷെ ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കേണ്ടത് അവർക്ക് ഹിദായത്ത് ഇല്ലാത്തത്. അത് നമ്മളെ മനസ്സിൽ ഒരു കെയർ ആയിട്ട് ഉണ്ടാവണം. അത് ഉണ്ടെന്നുള്ളത് നമ്മളെ മക്കൾക്ക് മനസ്സിലാവുകയും വേണം, നമ്മളെ കുടുംബത്തിന് വേണം. നമ്മളെ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങൾ അവർക്ക് എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ ഇല്ലാണ്ടായിക്കോട്ടെ, പക്ഷെ അവർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഇല്ല എന്നുള്ളത്, നമുക്ക് വിഷമം ഉണ്ടെന്നും അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള ചിന്തയും നമുക്ക് ഉണ്ടാവുകയും വേണം, അവർക്കത് മനസ്സിലാവുകയും വേണം. സുബ്ഹാനല്ലാഹ്. നമുക്ക് സാധിക്കുമ്പോഴൊക്കെയും അവരെ പ്രയാസങ്ങൾ, എന്തൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങളാണെങ്കിലും നമ്മൾ അവരെ സഹായിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ നീയത്ത് ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഗുഡ് എക്സാമ്പിൾ ആവാന്നുള്ളതും ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങളെ പോലെ തന്നെ മറ്റ് മനുഷ്യന്മാരും അവരും മനുഷ്യന്മാരാണെന്നും അവരെ പ്രശ്നങ്ങൾ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നും അതിൽ നമുക്ക് പറ്റുന്ന പോലെ സഹായങ്ങൾ നമ്മൾ ചെയ്യണം എന്നും നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യണം, അത് നമ്മളെ കുടുംബങ്ങൾ കാണാൻ മനസ്സിലാക്കുകയും വേണം. ഇതൊക്കെ ഇസ്ലാമാണ്, പക്ഷെ ഇതൊക്കെ ഇസ്ലാം ആണെന്ന് നമ്മൾ അറിയണം, നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണം. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ മറ്റു മനുഷ്യന്മാർക്കും അവർക്കും ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹു എന്താന്നുള്ളത് എത്തിച്ചു കൊടുക്കുന്നതിന്റെ ആവശ്യകത ഉണ്ടെന്ന്, ആ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കുടുംബങ്ങളും മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെ ഖുർആനുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം ഉണ്ടാവണം എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു ബോധപൂർവമായിട്ടുള്ള എഫേർട്ട് ഇടണം. എന്തിനു വേണ്ടി? ഖുർആനെ പാരായണം ചെയ്യാൻ വേണ്ടി. അത് കറക്റ്റായിട്ട് തജ്വീദ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അത് പഠിച്ച് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഹിഫ്ളാക്കാൻ വേണ്ടിയിട്ട്, പറ്റുന്ന അത്രയും നമ്മൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി, ആ രീതിയിലുള്ള ഒരു ബന്ധം നമ്മളെ ഖുർആനുമായിട്ട് ഉണ്ടാക്കണം. അതുപോലെ നമ്മളെ കുടുംബങ്ങളെയും കുട്ടികളെയും അതിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും വേണം. ഖുർആനുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത്. അത് എഗെയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ അടിച്ചേൽപ്പിക്കലായി മാറുമ്പോൾ കുട്ടികൾക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. നീ ഖുർആൻ കറക്റ്റ് സമയത്ത് ഓതണം. പക്ഷെ നമ്മളെ ജീവിതത്തിൽ ആ ഖുർആൻ പാരായണം ചെയ്യുകയും അത് ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഗുണം നമ്മളെ സംസാരത്തിലും നമ്മുടെ ഡീലിങ്സിലും ഒക്കെ ഉണ്ടാവുമ്പം അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്റെ ഉമ്മാനെ പോലെ ആവണം. അവർ എത്രയോ പ്രാവശ്യം പറയും മക്കള്, എന്റെ ഉമ്മാനെ പോലെ ആവണം, അല്ലെങ്കിൽ എന്റെ ഉപ്പാനെ പോലെ ആവണം, ഖുർആനുമായിട്ട് ബന്ധമുള്ളവരാവണം. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അതിന്റെ ഗുണം കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഫുൾ ടൈം ഖുർആൻ ഓതുന്നുണ്ടാവും, ഫുൾ ടൈം ഖുർആൻ ബൈഹാർട്ടാക്കുന്നുണ്ടാവും, തജ്വീദ് പഠിക്കുന്നുണ്ടാവും, അർത്ഥം പഠിക്കുന്നുണ്ടാവും, പരീക്ഷ എഴുതുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ജീവിതത്തിൽ അതിന്റെ ഗുണം ഇല്ലെങ്കിൽ നമ്മൾ ഖുർആനെ കുട്ടികളായിട്ട് ബന്ധപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവർ കുറച്ചൊക്കെ ബന്ധപ്പെട്ടിട്ട് ഓരോ പാട്ടിന് പോകും. കാരണം അവർക്ക് അതിനേക്കാളും പ്ലീസിങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ അവർക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ഖുർആനെ പ്ലീസിങ് ആക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ പലരും പലതിനും എഫേർട്ട് എടുക്കണ്ട, അവർ അതിന്റെ പിന്നാലെ പോകും. സുബ്ഹാനല്ലാഹ്. ആൻഡ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. കാരണം നമ്മൾ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പരലോകം, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്, അല്ലെ? ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ട അവസരമാണ്. അപ്പൊ നമ്മൾ ഈ ദുനിയാവിൽ കൊടുക്കുന്ന സമയം, നമ്മൾ എടുക്കുന്ന എഫേർട്ട്, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ കഴിവുകളൊക്കെയും അള്ളാന്റെ മാർഗത്തില്, അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ സന്നദ്ധത അവര് കാണണം. അതൊരു ആവശ്യമുള്ള കാര്യമാണെന്ന്, ഇമ്പോർട്ടന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവണം. എന്നാൽ നമ്മളോ ഫുൾ ടൈം നിസ്കരിക്കുന്നുണ്ട്, അല്ലെ, ഫുൾ ടൈം പഠിക്കുന്നുണ്ട്, ഫുൾ ടൈം ഓതുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്.
നമ്മൾ എന്നിട്ട് പരലോകത്തിന്റെ ആൾക്കാരുമാണ് സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട്, അള്ളാന്റെ ദീനിന് വേണ്ടി എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് തോന്നുന്നത് അള്ളാന്റെ ദീനിന് വേണ്ടി തന്നെയല്ലേ എന്ന്. പക്ഷെ നമുക്ക് മാത്രം മതി അള്ളാന്റെ ദീൻ. അള്ളാന്റെ ദീനിനെ ഈ ദുനിയാവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടൈം, നമ്മളുടെ എഫേർട്ട്, നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ സമ്പത്ത്, അതൊക്കെ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മളത് ചെയ്യാൻ വേണം, നമ്മളെ കുടുംബം അത് കാണാൻ വേണം. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും അള്ളാന്റെ ദിക്ർ എന്ന് പറയുമ്പോൾ വേഗം നാവിലേക്ക് വരണ്ട, നാവും വേണം. ഓക്കെ, നാവിന്റെ കൂടെ അള്ളാന്റെ ഓർമ്മയുള്ള ആളുകളായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, നമ്മളെ ചിന്തയിലും, നമ്മളെ സംസാരത്തിലും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തെയും അള്ളാഹുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. അവരൊരു ചോദ്യം ചോദിച്ചു വന്നാൽ അവർക്ക് അറിയണം, ഉമ്മ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതാണോ, അള്ളാഹ് അങ്ങനെയാണോ പറഞ്ഞത്, എന്നാ നീ ചെയ്തു എന്നായിരിക്കും അവർക്ക് മനസ്സിലാവുമ്പം അവരും പഠിക്കും. എന്തൊരു സംശയം വന്നു കഴിഞ്ഞാലും വേഗം അതിലേക്ക് കണക്ട് ചെയ്യാൻ, അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാൻ അവർക്കും സൊല്യൂഷൻ കിട്ടും. സുബ്ഹാനല്ലാഹ്. അതുപോലെ സുന്നത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായിട്ട് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യാൻ. അത് നമ്മളെ മക്കളെ അള്ളാഹിനെ കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുക, അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുക, ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അവരുടെ അടുത്ത്. ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കണമെന്നില്ല, അവർ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവർ കണ്ടുപിടിച്ചു വരും. അവരുടെ ചോദ്യങ്ങൾക്ക് പേഷ്യന്റ്ലി ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, അവരുടെ ഈമാനിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക്. അതുപോലെ നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, നമ്മളെ ചുറ്റുപാടുമുള്ള ദുനിയാവിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവണം. പക്ഷെ അവർ കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻസ് വേറെ പലതുമാണ് നമ്മളിൽ, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ രാവും പകലും ഇല്ലാതെ വേറെ പലതിനും വേണ്ടി ഓടുന്നതാണ്. നമ്മളൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിന്തകൾ, നമുക്ക് ഉറക്കമില്ലാതാക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ പലതുമാണെന്നാണ് അവർ കണ്ടിട്ടുള്ളത്. ശരിയല്ലേ? എൻ്റെ അടുത്ത് വരുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞു വരുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ എക്സ്പീരിയൻസ്. അതൊന്നെങ്കിൽ അവർ മക്കള് ദാമ്പത്യമായിരിക്കും പ്രശ്നം, അതല്ലെങ്കിൽ ആരോഗ്യമായിരിക്കും പ്രശ്നം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദുർനടപ്പ്. സുബ്ഹാനല്ലാഹ്, അതും പ്രശ്നം തന്നെയാണ്. അങ്ങനത്തെ പല കാര്യങ്ങളും കാരണം അവർക്ക് രാവും പകലും ഉറക്കമില്ലാണ്ട് ടെൻഷനായിട്ട് നടക്കുന്ന ആളുകൾ. പക്ഷെ ഏതെങ്കിലും ഒരാള് അള്ളാന്റെ ദീൻ എങ്ങനെ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഉറക്കത്ത് ഞാൻ ഞെട്ടി എണീക്കുന്നെന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾ ഒരു പ്രശ്നമായിട്ട് നമ്മളടുത്ത് വരാറുണ്ടോ? അപ്പം അത് നമ്മൾ പറയാത്തിടത്തോളം, ചെയ്യാത്തോളം, അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാത്തിടത്തോളം കാലം നമ്മളെ മക്കൾ എങ്ങനെ അതിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം? എന്നിട്ട് നമ്മളെങ്ങനെ അവരെ കുറിച്ച് പരാതി പറയാ? നമ്മളെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? നമ്മൾ കാണിച്ചു കൊടുക്കാത്തതാണല്ലോ സോഷ്യൽ മീഡിയ അവർക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. അവരതെടുത്താൽ മതിയോ? പക്ഷെ നമുക്ക് ഇതിനൊന്നും കഴിയില്ല. ഇങ്ങനത്തെ ഇടങ്ങേറിനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് അവര് നന്നാവണം, അല്ലെ? അവര് നന്നാവുമായിരുന്നു. കാരണം അവർക്ക് നമ്മളെയൊക്കെ കാലം പോലെ നമ്മളല്ലാതെ വേറെ ആരും കാണിച്ചു കൊടുക്കാൻ ഇല്ലായിരുന്നെങ്കിൽ. പക്ഷെ നമുക്ക് വലിയൊരു ചലഞ്ച് ഉണ്ട് ഇവിടെ. നമ്മളല്ലാതെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേറെ പലതും ഉണ്ട്. അപ്പൊ അവര് നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എഫേർട്ട് ഇട്ടേ മതിയാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആക്കി അവർക്ക് കാണിച്ചു കൊടുത്തേ മതിയാവും. നമ്മൾ എക്സാമ്പിൾ വെച്ച് ലീഡ് ചെയ്യണം. നമ്മുടെ നല്ല സ്വഭാവം, നമ്മളുടെ മാനേഴ്സ്, നമ്മളെ പെരുമാറ്റം, നമ്മളെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീപ്രയോറിറ്റൈസ് ചെയ്ത് നമ്മളെ ചിന്തകളും നമ്മളെ പ്രവൃത്തികളൊക്കെ ഏറ്റവും കൂടുതൽ എന്തിലാ ഇടുന്നതെന്ന് അവർ കണ്ട് മനസ്സിലാക്കി അവരതിനെ ഇഷ്ടപ്പെട്ടിട്ട് അവർ നമ്മളെ പിന്നാലെ വരും. നാളെ അല്ല കേട്ടോ, നാളെ വരുമൊന്നുമില്ല, സമയമെടുക്കും. ഓക്കെ, അതുപോലെ നമ്മൾ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ പോലും നമ്മുടെ സ്വഭാവം അവർ വാച്ച് ചെയ്യും. ഒരു ഉമ്മ ഒരാൾ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ പൈസയും കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ കുട്ടി അതിനെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവും ഇതൊരു ശരിയായ ഏർപ്പാടല്ല, ഇതല്ല, ഈ ദീൻ എനിക്ക് വേണ്ട. കാരണം നമ്മൾ ദീന്റെ പേരിലാണല്ലോ ഇത് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളെ മക്കള് നമ്മൾ ജീവിക്കുന്നത് കാണുന്ന സാധനം ആണ്. സുബ്ഹാനല്ലാഹ്. അല്ലാതെ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നതല്ല ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള എളുപ്പവും തൗഫീഖും ഹിദായത്തും ഒക്കെ സമയാസമയങ്ങളിൽ തരട്ടെ. അങ്ങനെയുള്ള തൗഫീഖൊക്കെ എത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാനുള്ള, ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കോർ അഹം, ഞാൻ, ഐ എന്നുള്ള ആ സാധനത്തിനെ എടുത്തു കളഞ്ഞിട്ട് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഇമ്മീഡിയറ്റ്ലി കീഴൊതുങ്ങാനുള്ള ഒരു മനസ്സും തൗഫീഖും ഒക്കെ റബ്ബ് നമുക്ക് തരട്ടെ. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്കും നമ്മളെ മക്കൾക്കും നമ്മളെ തലമുറകൾക്കുമാണ്. ചെയ്യുന്നവർക്ക് ലാഭമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അധ്വാനിക്കാൻ തയ്യാറായിക്കോളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ എളുപ്പം നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി
റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.